നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. പത്തനംതിട്ടയിൽ ഒരു കുട്ടി കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി പീഡനത്തിനിരയായിരുന്നു എന്ന വിവരം പുറത്തു വരികയാണ്. 62 പേരുടെ പേരുകളാണ് കുട്ടിക്ക് പറയാനുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ സുരക്ഷിതരല്ലേ? അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനില്ലേ? നമുക്കെവിടെയാണ് വീഴ്ച പറ്റുന്നത്? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ ചെറുപുഴയിൽ നിന്നുള്ള ശ്രീ സ്കറിയയാണ്. ശ്രീ സ്കറിയ, നമ്മുടെ കവി മുരുകൻ കാട്ടാക്കട പണ്ട് എഴുതിയതുപോലെ പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്ന് 20 വെള്ളിക്കാശ് കൊടുത്തിട്ട് ഉഴുതുമറിക്കും കാഴ്ചകൾ കാണാം എന്ന് പറഞ്ഞ ഒരു കവി നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം ഈ നാടിൻ്റെ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറഞ്ഞത്. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം എന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ക്രൂരതയെ ഉദ്ദേശിച്ചായിരിക്കണം എന്ന കാര്യം ഉറപ്പാണ്. എവിടെയാണ് ശ്രീ സ്കറിയ നമുക്ക് പിഴയ്ക്കുന്നത്? ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഈ നാടിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഹലോ, നമസ്കാരം മനു. നമസ്കാരം. ഞാൻ ഒരു നിർദ്ദേശം ആദ്യമായിട്ടൊന്ന് പറയട്ടെ. അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് മനു കാണിക്കണം. ഇന്നലെ സാധാരണഗതിയിൽ എനിക്ക് ഉൾക്കൊള്ളാനൊരു മനസ്സില്ല എന്നുള്ള ഒരു പൊതു വിമർശനം ഉണ്ടോ? അല്ല, വിമർശനമല്ല, നല്ല പരിപാടിയാണ്. പൊതുജനത്തിന് വേണ്ടി വേറെ ചാനലുകൾ നടത്താത്ത ഒരു പരിപാടി മാത്രമാണ് പൊതുവേദിയിൽ നടത്തുന്നത്. ജനകീയ ഇതാണ്, ജനങ്ങൾക്ക് വിളിക്കുക. ഇന്നലത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ബിനുവായിരുന്നു അവതാരകൻ. ഇന്നലെ തുടങ്ങിയത് അവതരണം 3 മിനിറ്റ്. അത് കഴിഞ്ഞ് നവമിയെ വിളിച്ചു. അത് കഴിഞ്ഞ് ബിന്ദുകൃഷ്ണനെ വിളിച്ചു. 4:11 അവരുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാസൻ കണ്ണൂർ വിളിക്കുന്നു. ദാസൻ കണ്ണൂർ വിളിച്ച അന്നേരം തന്നെ കുന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്കിൽ വന്നത് ബിനു വായിച്ചു. അങ്ങനെ അതങ്ങ് പോയി. അത് കഴിഞ്ഞ് 2-3 പേര് വിളിച്ചു. അന്നേരത്തിന് പിന്നെയും കുന്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനെക്കുറിച്ച് ബിനു നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. ബിനു കേക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബാവ എന്ന് പറഞ്ഞ മലപ്പുറത്ത് നിന്ന് ഒരു പുള്ളി വിളിച്ചു. പുള്ളി പറഞ്ഞു തന്നാന്ന് കേട്ട നമുക്കും മനസ്സിലായില്ല, പറഞ്ഞ പുള്ളിക്കും മനസ്സിലായില്ല. അതൊരു 17 മിനിറ്റ് പോയി. അന്നേരം എല്ലാം ബെല്ലടിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഉമേഷ് പാല വിളിക്കുന്ന സമയത്ത് ഉമേഷിന്റെ കോളാണെന്ന് പറഞ്ഞു. ആ കോൾ എടുക്കുന്ന സമയത്ത് തന്നെ പിന്നെയും കുന്തി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കുന്തിയെ കുറിച്ച് പിന്നെ ഒരു 17 മിനിറ്റ് പോയി. ആ 17 മിനിറ്റ് പോയി. അല്ല, ഉമേഷ് വിളിക്കുന്ന സമയത്ത് പറഞ്ഞു സോറി ഉമേഷ്. അപ്പൊ പുള്ളി പറഞ്ഞു സോറി. അത് 5 മിനിറ്റ് മുമ്പ് തന്നെ പൊതുവേദി അവസാനിപ്പിച്ചു. അത് എന്തോ ഏട്ടാ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നോക്കുക. കാരണം 17 മിനിറ്റ് ഒക്കെ ഒരാൾ പറയുന്നത് എന്താണെന്ന് പറയാൻ മനസ്സിലാകാത്ത ആൾക്കാർ പറയുമ്പോൾ അത് കട്ട് ചെയ്യാന്നുള്ളൊരു സാമാന്യ മര്യാദ. അല്ല, അത് ശ്രീ സ്കറി അവിടെ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ, ഞാൻ പിന്നെ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞായിരിക്കും ഇന്നലെ തന്നെ എനിക്കെതിരെയുള്ളൊരു വലിയ ആക്ഷേപം വരുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ആളുകൾ പൊതുവേദി എല്ലാവർക്കും സംസാരിക്കാനുള്ളതാണ്. ഒപ്പം ഇതിന്റെ അവതാരകനായി എനിക്കും കൂടി പറയാൻ കൂടി ഇതിൽ അധികാരമുണ്ട്. പക്ഷേ ആളുകൾ അത് സമ്മതിക്കുന്നില്ല. അതാണ് വലിയ പ്രശ്നം. എന്നോട് ചോദ്യം ചോദിക്കുക, പക്ഷേ ഞാൻ മറുപടി പറയരുത് എന്ന് വാശി പിടിക്കുക. ഇന്നലെ ഒരാൾ എന്നോട് തർക്കിച്ചതിൻ്റെ ഒരു വലിയ കാര്യം, പല ആളുകൾ ഇത് എൻ്റെ തെറ്റായിട്ടൊക്കെ വ്യാഖ്യാനിച്ചിട്ട് കുറിപ്പിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എന്നോടൊരു ചോദ്യം ചോദിക്കുക. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാനതിന് മറുപടി പറയണ്ടേ? അല്ലാതെ പൊതുവേദിയിൽ ഇതാണ് എൻ്റെ മനു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായം അങ്ങനെ നിലനിൽക്കുന്നു. പക്ഷേ എന്നോടൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതേ വഴിയുള്ളോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അത് ന്യായീകരിക്കാനുള്ള ഏകമാർഗം, ഏക വഴി ഞങ്ങൾക്കും ഈ പൊതുവേദിയാണ്. അപ്പം ഞങ്ങൾ അത് പറയും. അത് പറയുമ്പോൾ അവതാരകന് അവസരം കൊടുക്കുന്നില്ല എന്ന് പറയും. പിന്നെ അത് പറഞ്ഞ് ഈ ബഹളം വെച്ച് വഴിക്ക് പോവുകയാണ്. ഏതായാലും അത് പോട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇന്ന് നമുക്ക് ആ വിഷയമൊക്കെ ഇന്നലെ ചർച്ച ചെയ്തു. ഏതായാലും ഇന്ന് ഈ വിഷയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശ്രീ സ്കറിയൊക്കെ എന്ത് തോന്നുന്നു? മനു ഇത് തുടങ്ങിയ കാലം തുടങ്ങി ഞാൻ വിളിക്കുന്നതാണ്. മനുവിനെ കണ്ടുപിടിച്ചില്ലെന്ന് നേരിട്ടറിയാം. പക്ഷെ ഞാനിപ്പോ ഈ വിഷയത്തിലേക്ക് വരാം. പത്തനംതിട്ട വിഷയം എന്ന് പറഞ്ഞാല് ഈ 13 വയസ്സ് തുടങ്ങി പീഡിപ്പിച്ചു എന്നാണല്ലോ മീഡിയയിൽ പറയുന്നത്. 5 കൊല്ലം പീഡിപ്പിച്ചു. 5 കൊല്ലം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ 62 പേര് പീഡിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ മനു, ഇവിടെ ഒരാളെ പീഡിപ്പിച്ചാൽ ഇവിടെ സമൂഹം അറിയണമെങ്കിൽ ഒന്നെങ്കിൽ പീഡനത്തിന് ഇരയായ ആൾ പറയണം, എന്നെ ഇനി ആൾ പീഡിപ്പിച്ചിരിക്കുന്നു. ഈ 62 പേര് പീഡിപ്പിച്ചപ്പോൾ ഈ കുട്ടി എവിടെയായിരുന്നു? ഈ പിഞ്ചു കുഞ്ഞല്ലേ, അതിന് ഇത് എന്തൊക്കെ തരം പേടി ഉണ്ടാകും? നമ്മൾ കുട്ടികളായിരുന്നവരല്ലേ, നമ്മളെ
ഒരു ഇങ്ങനെ ഒരു സംഭവം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം നമ്മൾ ഊറ്റം കൊണ്ട് നമ്മൾ നല്ല ആൾക്കാരാണെന്ന് പറയുന്നു. ഒരാൾ പീഡിപ്പിച്ചു, നമ്മുടെ കുട്ടിയെ, മനു പറയുന്നത്, നമ്മുടെ കുട്ടിയെ നമ്മളൊരു 5 വയസ്സ് വരെ എടുക്കും. 10 വയസ്സായി കഴിഞ്ഞാൽ കുട്ടി എടുക്കുവോ? എടുക്കില്ല. പക്ഷെ അപകടം പറ്റി കിടക്കുന്ന ആരെ വേണമെങ്കിലും നമ്മൾ എടുക്കും. അപ്പൊ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് കുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ, ഈ 62 പേര് പീഡിപ്പിച്ചപ്പോൾ ഈ കുട്ടി എവിടെയായിരുന്നു? 5 കൊല്ലം പീഡിപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു? സ്കറിയ ഒരു പൊതുപ്രവർത്തകനല്ലേ? ഒരു കുട്ടിക്ക് താൻ ഇങ്ങനെ ഒരു പീഡനത്തിനാണ് ഇരയായത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം 13 വയസ്സിൽ ഉണ്ടാകുമോ? തന്റെ ശരീരം ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ല, നമുക്കത് മനസ്സിലായി, അത് പീഡനമാണ്, ഒരു ചൂഷണത്തിന് ആ കുട്ടി ഇരയായി എന്ന് എനിക്ക് മനസ്സിലായി, സ്കറിയയ്ക്ക് മനസ്സിലായി. 13 വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ ധരിക്കുമോ? ആ കുട്ടിക്ക് ഇതിൻ്റെ പൊതുബോധം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഞാൻ പറയാം, എനിക്ക് സ്കൂളിൽ നിന്നൊരു അടി കിട്ടിയാൽ ഞാനത് വീട്ടിലൊന്നും ചെന്ന് പറയാറില്ല. പരമാവധി അത് മറച്ചു പിടിക്കുന്നു ചെയ്തിരിക്കുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ, എന്നെ തല്ലാൻ ആ അധ്യാപകനോ അല്ലെങ്കിൽ അവർക്കോ അധികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് പറ്റുന്ന ഒരു ചെറിയ തെറ്റായിരിക്കാം, അതിനെ ഉയർത്തി കാണിച്ച് ഒരുപക്ഷെ വലിയ അടി വാങ്ങിച്ചിട്ടുള്ള ആളാണ് ഞാൻ വീട്ടിൽ ചെന്നത് പരാതി പറയാറില്ല. അപ്പോൾ എൻ്റെ പൊതുബോധം എവിടെ പോയി? ഇത്രയും പൊതുവേദി സംസാരിക്കുന്നത് എനിക്ക് 13 വയസ്സിൽ പൊതുബോധം ഉണ്ടായില്ല എന്നല്ല, നമുക്കുണ്ടായ ആ കാഴ്ചപ്പാട് ഒരു കുട്ടി എന്ന നിലയിൽ നമ്മൾ അറിയുന്നില്ല ഇത് ശാരീരികമായി എന്നെ ഉപയോഗിക്കുകയാണ് എന്ന് അറിയുന്നില്ല. 5 കൊല്ലം ഈ 62 പേര് പീഡിപ്പിച്ചപ്പോൾ ഈ കുട്ടിക്ക് പറയാമായിരുന്നു. പിന്നെ ഇപ്പോൾ വീഡിയോയിലേക്കകത്ത് ഞാൻ കണ്ടതാണ്, ഈ സ്മാർട്ട് ഫോൺ, അച്ഛന്റെ ഫോണിനകത്ത് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ. അപ്പൊ ഈ അച്ഛൻ ഇതിനകത്ത് ഒരാളല്ലേ? അത് എന്താന്ന് വെച്ചാൽ, അത് സ്കറിയ പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, എന്താണ് ഈ അച്ഛൻ്റെ ഫോൺ. ഒരു പക്ഷേ ഈ അച്ഛന്മാർക്ക് പലർക്കും ഈ സ്മാർട്ട് ഫോൺ കുട്ടികളെ പോലെ ഒന്നും ഉപയോഗിക്കാനല്ല, ഫോൺ വന്നാൽ എടുക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടികളാണ് ഇതിൽ പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ തന്നെ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ എന്തൊക്കെ ഇതാണ് ഇതിൽ ഈ തർക്കം വരുന്നത് എവിടെയാണെന്നറിയാം സ്കറിയ. ആളുകളൊക്കെ എന്നെ ചീത്ത വിളിക്കും. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളും പറഞ്ഞു കൊടുക്കും. ഞാൻ പറയട്ടെ, ഇതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, പഴയ ഫോണാണ്. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെയോ സാങ്കേതിക വിദ്യകളുണ്ട്. ഇതൊക്കെ മുഴുവൻ എനിക്കറിയില്ല. എൻ്റെ മകനൊരു പക്ഷേ ഇത് ഞാനിതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതെന്താ സ്കറിയ ഇത്ര അക്ഷമരാകുന്ന കാര്യം എനിക്ക് മനസ്സിലായി. നമ്മൾ വാദപ്രതിവാദത്തിൽ നമുക്ക് പറഞ്ഞു നിർത്താം. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഈ 62 പേരെ ഇനി പിടിച്ചാല് അവരെ പോലീസ് നല്ല എസ്കോർട്ട് ഒക്കെ കൊടുത്തങ്ങ് കൊണ്ടുപോകും. യുവമാർക്ക് നല്ല കടുത്ത ശിക്ഷ ഇതിനു മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. കടുത്ത ശിക്ഷ കൊടുത്ത് പൊതുസമൂഹത്തിൽ യുവമാരെ ഒറ്റപ്പെടുത്തി നാട്ടിൽ ഇറങ്ങാൻ മേലാത്ത പോലെ ഇവന്മാരെ ഇപ്പം പോലീസ് കൊണ്ടുപോകും, എല്ലാം സംരക്ഷിക്കും, ഇവന്മാരെ തൂക്കം നോക്കും, ഇവന്മാരെ എല്ലാം നോക്കും. ഇതിനു മുമ്പ് ഇവിടെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചോത്ത് പേപ്പർ കൊടുക്കും, ചോത്ത് പേപ്പറിൽ ഇരുത്തി AC റൂമിൽ ഇരുത്തി, ആളെയും പറഞ്ഞു തരാം, നമ്മുടെ പിതാവായിരുന്നു ട്രായിങ്കോ പിതാവിന് 1000ന്റെ ചോത്ത് പേപ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് 500ന്റെ ചോത്ത് എന്ന് പറഞ്ഞാൽ ഈ 62 പേർക്കും ചോത്ത് പേപ്പർ കൊടുത്തിട്ട് ഏറ്റവും അവസാനം ഇത് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഇവന്മാരെ തിന്നു കൊടുത്ത്, നമ്മുടെ നികുതി പണം കൊണ്ട് ഇവന്മാർ തിന്നു കൊടുത്ത് നല്ല ശരീരമൊക്കെ പുഷ്ടിപ്പെട്ട് വരുമ്പോൾ ഇവരെ വെറുതെ വിടും. അതല്ല വേണ്ടത്. ഇതിനകത്ത് യുവമാരെ ഈ 62 പേര് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യുവമാരെ കർശനമായി കോടതി യുവമാരെ രാവിലെ തുടങ്ങി പാറമടെ പണിയെടുപ്പിക്കണം. ഒരു നേരത്തെ കഞ്ഞി കൊടുത്തിട്ട് യുവമാര് പഠിക്കും. യുവമാർക്ക് പീഡിപ്പിക്കാനുള്ള അല്ലെങ്കിൽ യുവമാർക്ക് അതിനുള്ള മനക്കരുത്തില്ലാതിരിക്കും. ഇപ്പൊ യുവമാർക്ക് സുഖം, യുവമാരെ എല്ലാവരും സംരക്ഷിച്ചു, യുവമാരെ ആരും കൈവെക്കുകയില്ല, പോലീസിന്റെ സംരക്ഷണത്തിലാണ്. അപ്പൊ യുവമാർക്ക് പറയാം 62 പേര് ഈ പിഞ്ചു കുട്ടി അവിടെ ചെന്നിട്ട് 5 or 10 കൊല്ലം കഴിയുമ്പോൾ ഇതിന് വിചാരണ തുടങ്ങുമ്പോ നല്ല വക്കീൽ കയറി അവിടെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ 62 പേരുടെ പേര് പറഞ്ഞു പോകും, അവരുടെ മുഖം പറഞ്ഞു പോകും. ഈ കേസ് ചുമ്മാ പോകും. ബിനു, ഞാൻ സത്യമായിട്ട് പറഞ്ഞ. ഏതായാലും നമുക്ക് കോടതിയിൽ പ്രത്യാശ പ്രകടിപ്പിക്കാം. ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. കോടതിയിലാണ് നമുക്ക് വിശ്വാസമുള്ളത്. പക്ഷെ കോടതിയിൽ തെളിവുകളും സാഹചര്യങ്ങളാണ് വേണ്ടത്. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി ഈ 62 പേരുടെ മുഖം മറന്നിരിക്കും. ഇന്ന് ബിനു എഴുതി വെച്ചോ, ഈ കേസിൽ ഞാൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ബിനു കൃത്യമായിട്ട് അന്ന് ഓർത്തു വെച്ചോ, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു, ഈ കേസ് വെറുതെ പോവുള്ളൂ. ഒരാളുടെ കേസിൽ, ഒരു പ്രതിയുള്ള കേസിൽ പോലും നല്ല വക്കീല് വന്ന് വാദിച്ചിട്ട് ഊരിക്കൊണ്ട് പോകുന്ന ചരിത്രമാണ് ഇവിടെ. സത്യത്തിനും നീതി. ഏതായാലും സമയം അതിക്രമിച്ചു. ഞാൻ ഇപ്പൊ ഇനി അടുത്ത ആൾ വന്ന് ഇതായിരിക്കും. 9 മിനിറ്റായി. ശരി, കറക്റ്റ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദിലീപ് കുമാർ എന്നൊരു പ്രേക്ഷകൻ എനിക്ക് എഴുതുന്നു, ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് പോലും കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ 13 വയസ്സ് കഴിഞ്ഞ കുട്ടി ഇത് ഇപ്പോഴാണോ പറയുന്നത്? എൻ്റെ ദിലീപ് കുമാറെ, നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ വീട്ടിലൊക്കെ
കുട്ടികൾ 5 വയസ്സാകുമ്പോൾ അവർ കുറേ കൂടി സ്വാതന്ത്ര്യമുണ്ട്, അവർ നാട്ടിലൊക്കെ ഇറങ്ങി കാര്യങ്ങൾ കാണുന്നതുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികളെപ്പറ്റി ദിലീപ് കുമാർ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ അവർ എല്ലാം നമ്മളെപ്പോലെ ചില കുട്ടികൾ വളരെ കാര്യങ്ങൾ തുറന്നു പറയുന്നവരായിരിക്കും, ചില കുട്ടികൾ ഇൻട്രാവേർട്ട് ആയിരിക്കും, ചില കുട്ടികൾക്ക് അവർ സ്കൂളിൽ തന്നെ ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം. ചില കുട്ടികൾ അങ്ങനെയൊന്നുമില്ല, അവർ സ്കൂളിൽ പോകുന്നത് തന്നെ വീട്ടുകാർ അവർ അങ്ങനെ അത്രയൊന്നും ഇതൊന്നും അറിയാത്ത ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഈ കേരളത്തിലുണ്ട്. അത് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിലെ ആളുകളാണ് ഇതിന് കൂടുതൽ ഇരയാകുന്നത് എന്ന ഏറ്റവും ദുഃഖകരമായ വസ്തുത കൂടി നമുക്കുണ്ട്. അപ്പം നമ്മൾ കണ്ട ഏറ്റവും മിടുക്കിയായ 5 വയസ്സുകാരിയോട് അല്ലെങ്കിൽ 5-ാം ക്ലാസ്സുകാരിയെ നമ്മൾക്ക് ഇതൊന്നും സാഹചര്യമില്ലാത്ത വളരെ പിന്നോക്കാവസ്ഥയിലിരിക്കുന്ന ഒരു 5-ാം ക്ലാസ്സുകാരിയോട് ഉപമിക്കുന്നതിനോട് എനിക്ക് തോന്നുന്നില്ല ശരിയാണ്. ദിലീപ് കുമാർ ഏതായാലും നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തിൻ്റെ ഈ സംശയം ഇതിൽ ദൂരീകരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. KM ഷാജി ഹായ് എന്ന് പറയുന്നു, ഞാനും ഹായ് എന്ന് പറയുന്നു. മണി എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ മണി കേൾക്കാമോ? മിനി ഞാൻ മണി എന്നാണ് കേട്ടത്. ശ്രീമതി മിനി കേൾക്കാമോ? മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഗുഡ് ഈവനിങ്. 3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന് എനിക്ക് കിട്ടിയില്ല. ഞാൻ സ്ഥിരം പ്രേക്ഷകയാണ്. എനിക്കറിയാം. പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചാണ് ഇത് 1 മണിക്കൂറാക്കിയത്. എന്നിട്ടും നമുക്ക് പല ആളുകൾക്ക് സമയം കിട്ടുന്നില്ല. ഏതായാലും ഇന്ന് കിട്ടിയല്ലോ, അപ്പോൾ നമുക്ക് ഇന്ന് അഭിപ്രായങ്ങൾ വിളിക്കാൻ തുടങ്ങി. അത് ശരി, കൊള്ളാം. യെസ്. ശ്രീമതി മിനിക്ക് എന്ത് തോന്നുന്നു? നമ്മൾ ഈ ശിക്ഷ, ഇപ്പോൾ ശ്രീ സ്കറിയ പറഞ്ഞു, ശിക്ഷ നടപ്പിലാക്കുന്നത് പോരാ, കുറേ കൂടി ശക്തമായ ശിക്ഷ വേണം എന്നതാണോ? അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ കുറേ കൂടെ നല്ല ബോധവൽക്കരണം കുട്ടികളെ ഇതൊക്കെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിക്കാൻ വേണോ? അതായത് ഈ 10-13 വയസ്സായ കുട്ടികൾ എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ ഇരകളാക്കാൻ പറ്റുന്നത്? എന്താണ് അതിൻ്റെ പുറകിലെ പ്രശ്നം? വളരെ കഷ്ടമുള്ള കാര്യം തന്നെ സാറേ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കാണാൻ ശ്രമിക്കുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള സാറേ, ഈ കുഞ്ഞുങ്ങൾ വളരുന്ന ഓരോ സ്റ്റേജിലും പണ്ടത്തെ ഒരു കാലഘട്ടമല്ല. പേരൻസ് കുഞ്ഞുങ്ങളെ, ഞാനൊരു അധ്യാപിക കൂടാണ്. എന്നോട് അത് പറഞ്ഞിരുന്നെന്നാണ് തോന്നുന്നത്, അധ്യാപികയാണെന്നുള്ളത്. അപ്പൊ സാറേ, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ രാവിലെ നമ്മൾ എടുക്കേന്ന് പോകുന്നു, ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞ് അവരുടെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു അങ്ങനെയൊക്കെ ഒരു ടച്ച്, നല്ല രീതിയിലുള്ളൊരു കോണ്ടാക്ട് കുഞ്ഞുങ്ങളോട് വേണം. അതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇതും കാണിക്കാൻ പാടില്ല. കാരണം ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്തെങ്കിലും ഫിസിക്കലി ഓർ മെന്റലി ഏതെങ്കിലും ഒരു ഇത് കണ്ട എന്താണെന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ച കാര്യങ്ങളൊക്കെ തിരക്കി ഒക്കെ മാത്രമേ നമ്മൾ ഈ പിള്ളേരെ ക്ലാസ്സിലോട്ട് പിന്നെ പോകാറുണ്ട്. അപ്പൊ സാറേ, ഈ 13 വയസ്സുള്ള കുട്ടിയെ ഈ 62 പേര് പീഡിപ്പിക്കാന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അപ്പം ഈ എന്റെ തൊട്ടു മുമ്പുള്ളവരൊക്കെ സംസാരിച്ചത് കണക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോകുന്നതായിരിക്കാം ഒരു പക്ഷേങ്കില്. നമ്മൾ അവരെ അതിന് ചെറുപ്പത്തോട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറയണമെന്നല്ലേ, രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം മുൻകൈ എടുക്കണം. പിന്നെ രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേങ്കിൽ ഈ പീഡിപ്പിക്കുന്നവരെന്ന് പറയുന്നവർ ഒരു പക്ഷേ പിള്ളേരെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം അല്ലെ. പേരൻസിനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെ എന്തെങ്കിലുമൊക്കെ മറ്റു ഇത് കാര്യം കാണുമായിരിക്കാം. പക്ഷെ എന്തായാലും ഇത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ മാതിരിയൊക്കെ കാണിച്ചു കൂട്ടുന്ന നമ്മുടെ സംസ്കാരത്തിന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ്. അതിനകത്ത് യാതൊരു കൺഫ്യൂഷന്റെയും കാര്യമില്ല. ഈ 62 പേരെന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയാം. പിന്നെ ഇനിയുള്ള രക്ഷകർത്താക്കളോട് എല്ലാവരോടും പറയാനുള്ളത്, അവനവന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാലും അവരുടെ എല്ലാ തലങ്ങളിലും പേരൻസ് എന്ന നിലയിൽ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനും എല്ലാത്തിനും ഉള്ള പണ്ടൊക്കെ ആയിരുന്നു മക്കളോട് ഇന്നതേ പറയാം. ഈ സാഹചര്യത്തിൽ അത് പറ്റത്തില്ല. ടീച്ചറുടെ ഈ ഒരു വാക്കുകൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മുഴുവൻ പ്രേക്ഷകർ ഇത് കേൾക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അതൊരു അധ്യാപികയുടെ അനുഭവ സമ്പത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഇതാണ് കുട്ടികളുമായി നിരന്തരം സംവദിക്കുക, അവരുടെ പ്രശ്നങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ മനസ്സിലാക്കുക എന്നതാണ്. ഏതായാലും വളരെ നന്ദി ശ്രീമതി മിനി ടീച്ചർക്ക് വിളിക്കുകയും ആ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. അത് പല അധ്യാപകരെ ഇത് വേദനിപ്പിക്കുന്നൊരു വിഷയമാണ്. ദിലീപ് കുമാർ എനിക്ക് മറുപടി തന്നിരിക്കുന്നു. എൻ്റെ മറുപടി ഞാൻ പറഞ്ഞ അത് ഉൾക്കൊള്ളുന്നുവെന്ന്. ദിലീപ് കുമാറിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. സാധാരണ ഈ പൊതുവേദി പ്രേക്ഷകർ പല ആളുകളും ഞാൻ മറുപടി പറഞ്ഞാൽ അതിൽ പിന്നെയും ചോദ്യമായിട്ട് അത് മനസ്സിലാകാതെ വരുന്നവരാണ്. പക്ഷേ ദിലീപ് കുമാറിന് ഏതായാലും ഈ കുഞ്ഞിൻ്റെ സാഹചര്യം മനസ്സിലായി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്.
മൊയ്തീൻ കുഞ്ഞ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ചിലപ്പോഴൊക്കെ എന്നോട് തർക്കിക്കാറുണ്ട്, ചിലപ്പോൾ അനുതാപം പ്രകടിപ്പിക്കാറുമുണ്ട്. ഇന്നത്തെ ഈ വിഷയം മൊയ്തീൻ കുഞ്ഞ് മനസ്സിലാക്കി കാണും. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അല്ലെങ്കിൽ പൊതു സാഹചര്യമൊക്കെ മനസ്സിലാക്കുന്ന ഒരാളാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞിന് ഇവിടെ എന്താണ് തോന്നുന്നത്? നമുക്ക് എങ്ങനെ ഇത് തടയാൻ കഴിയും? നമസ്കാരം മനു സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ കോഴിക്കോടല്ല, കായംകുളവാ. കായംകുളം. ഞാൻ പക്ഷെ പലപ്പോഴും ഇത് കോഴിക്കോട് എന്നാ പറയുന്നത് അല്ലേ? അപ്പോഴാ ഇതൊരു ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത്. എങ്ങനെ നമുക്കിത് തടയാൻ കഴിയും? നമുക്ക് കേട്ടില്ല. ഇത് എങ്ങനെ തടയാൻ കഴിയും? ഇതെല്ലാ പല പല ഘട്ടങ്ങളിൽ ഇത് പുറത്തു വരികയാണ് ഇത്തരം വിവരങ്ങൾ. ഇത് തടയാൻ കഴിയുന്നത് നമ്മുടെ ജുഡീഷ്യറിക്കേ കഴിയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും. ശിക്ഷ ഒന്നും കൂടി ഒരു കാരണം വെച്ചാൽ ഇവര് പുറത്തിറങ്ങരുത്, ഇങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങരുത്, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ എല്ലാ ചാനലിലും, വാർത്താ ചാനലിൽ ഞാൻ കാണുന്നതാ, ഏതാണ്ട് ഒരു 16 മണിക്കൂർ ഈ ചാനൽ 15-16 മണിക്കൂർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പം എല്ലാ ചാനലിലും ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കുട്ടിയെ ആദ്യമേ പീഡിപ്പിച്ചത് സഹപാഠിയാണ്, അല്ലേ? ഈ സഹപാഠിക്ക് ഈ കുട്ടിയുടെ 3 പേർ ഇതിൽ പ്രായപൂർത്തിയാകാത്തവരാണ് ഈ കേസിൽ പ്രതികളെ. അല്ല, അത് ശരി തന്നെ. ഈ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ എടുത്ത് ഈ കുട്ടി തന്നെ സ്വയമായിട്ട് നഗ്നചിത്രം എടുത്ത് സഹപാഠിക്ക് അയച്ചു കൊടുത്ത് ചാനലിനകത്ത് ഞാൻ വാർത്ത കണ്ടതാ. അപ്പം ഈ കുട്ടി എന്തിനാ അത് ചെയ്തു? ഈ 13 വയസ്സുകാരിയായ കുട്ടി ഇത് ചെയ്തപ്പോഴാ ഇതിന് പിന്നില് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പം ഈ 5 വർഷക്കാലം ഇത് പുറത്ത് പറയാതിരുന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ട് ഇത് പുറത്ത് വന്നു? താങ്കൾ പറയണേ ഓ ഇപ്പോഴും പുറത്ത് പറയേണ്ട, അതങ്ങനെ മറച്ചു വെക്കാമായിരുന്നു എന്നാണോ പറയുന്നത്? അല്ല, ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് പുറത്തോട്ട് വരുന്നത്. എന്തുകൊണ്ട് ഈ കുട്ടിയുടെ തന്തയും തള്ള ഇത് അന്വേഷിച്ചില്ല? അത് അവിടെയൊക്കെ അങ്ങ് പറയുന്നതിനോടൊക്കെ എനിക്ക് കുറെയൊക്കെ യോജിപ്പുണ്ട്. അച്ഛനും അമ്മയും കുട്ടികളുടെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഇതിൽ അല്ല മൊയ്തീൻ കുഞ്ഞ്, ഒരു മിനിറ്റ്, ഇനി ഞാനൊന്ന് പറയട്ടെ. ഇതിപ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ മകൻ പഠിക്കുന്നത് കുറേ അപ്പുറത്ത് ഒരു 5 പാലക്കാട് ജില്ലയിലാണ്. അപ്പം നമുക്ക് എല്ലായ്പ്പോഴും അങ്ങനെ പോയി അങ്ങനത്തെ അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം പറയണം. ഇതേപോലെ ജോലിക്ക് മാറി നിൽക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അവർ മക്കളെ അമിതമായി വിശ്വസിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ അത്ര കണ്ട് ഈ സാങ്കേതിക കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും. നമുക്ക് തന്നെ കുട്ടികളുടെ അത്ര അറിയില്ല. ചിലരും ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉപയോഗം പോലും ഫോൺ വന്നാൽ എടുക്കാൻ മാത്രം അറിയാവുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മളിപ്പോൾ മൊയ്തീൻ കുഞ്ഞിൻ്റെ ഒരു സാഹചര്യം വെച്ച് ഈ കുട്ടിയെ അളക്കരുത്. ഇത് ഒരു വളരെ പിന്നോക്കാവസ്ഥയുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ നമ്മൾ എന്നെ ഒരാൾ ആക്രമിച്ചാൽ ഞാൻ അതിന് അപ്പം തന്നെ മറുപടി കൊടുക്കും. അപ്പോൾ ഈ കുട്ടി ചെറിയ നിൽക്കട്ടെ, ഈ 13 വയസ്സുള്ള കുട്ടി അന്ന് പറയുകയാണ് എന്നോടൊരുത്തൻ, അല്ലെങ്കിൽ നമുക്കറിയാം 10-13 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നും, അവരായിട്ട് ചാറ്റ് ചെയ്യും. അപ്പം നമ്മൾ രക്ഷിതാക്കൾ അതൊക്കെ അവരെ പറഞ്ഞ് പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യാനൊക്കെയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ല ഇത് കേൾക്കണം. ഇതല്ലെങ്കിൽ ശ്രീ മൊയ്തീൻ കുഞ്ഞ് പറയുന്നത് തെറ്റായ ഒരു കാര്യമായതുകൊണ്ടാണ് അത് തെറ്റായ ഒരു സന്ദേശം ഈ നാട്ടിലേക്ക് എത്തിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 13-കാരിയാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞു വെച്ചാൽ അത് വലിയ തെറ്റായ ഒരു സന്ദേശം പോകുന്നതുകൊണ്ടാണ് ഞാനിത് മൊയ്തീൻ കുഞ്ഞിന് അവസരം തരാതെ ബാക്കി പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കുട്ടി അത്ര ചെറിയ കുട്ടിയാണ്, അവർക്ക് ഇതിൻ്റെ ഇത് അറിയില്ല. ഒരു പക്ഷേ അന്ന് പ്രണയം എന്നൊക്കെ പറഞ്ഞായിരിക്കാം ഇത് വാങ്ങിച്ചിട്ടുണ്ടാവുക. ഇത് വാങ്ങിച്ച് പിന്നെ ഇത് കാണിച്ചുള്ള ക്രൂരതയാണ്. ഇത് നാട്ടുകാരറിയുമോ വീട്ടുകാരറിയുമോ എന്നുള്ള ഭയത്തിലായിരിക്കും കുട്ടി പിന്നീട് മുഴുവൻ ഈ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്. ആദ്യ ഘട്ടത്തിൽ തന്നെ എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് ഈ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നേ ഈ കുറേയൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ അന്ന് ഇടപെടാമായിരുന്നു. പക്ഷെ അന്ന് കുട്ടി പേടിച്ചു കാണും. അങ്ങനെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ കുട്ടികളെ ഇരയാക്കിയിട്ട് നീ അത് അന്ന് ആസ്വദിക്കുകയായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരിക്കലും പറയാൻ പാടില്ല. അത് ശ്രീ മൊയ്തീൻ കുഞ്ഞ് ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെയല്ല ഞാൻ അതല്ല. ഈ 64 പേരാ പറയുന്നത്. 64 പേര് ഈ കുട്ടിയെ ഒരു പ്രാവശ്യമായിരിക്കത്തില്ലല്ലോ പീഡിപ്പിച്ചത്. ഈ 64 പേരും പല ആവർത്തി പീഡിപ്പിച്ച് കാണുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടി ഇത്രയും നാളായിട്ട് ഇത് എന്തുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല? ഒരു 10 പേര് പീഡിപ്പിച്ചെങ്കിലും പുറത്ത് പറയാമല്ലോ. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് ഇതേ പേടി തന്നെ ഇത് പുറത്ത് പറഞ്ഞ ഉടനെ ആളുകൾ ചോദിക്കുന്നത് 10 പേര് പീഡിപ്പിക്കുന്നവരെ എവിടെയായിരുന്നു എന്നായിരിക്കും.
അല്ലേ? അല്ലല്ല. ഇപ്പൊ അങ്ങ് ചോദിച്ച അതല്ല. 64 പേര് പീഡിപ്പിക്കുന്നത് 10 പേര് ഒന്നിച്ച് പീഡിപ്പിച്ച് അത് ഇത് ഈ പീഡിപ്പിക്കുന്നതും ഇങ്ങനെ 10 പേര് ചോദിക്കുന്നവരെന്താണെന്നറിയാമോ? പീഡിപ്പിക്കുന്നതും. നീ ഫോട്ടോ അയക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇത് നിന്നോട് ഇങ്ങനെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പം ഇത് ആ കുഞ്ഞിനിത് അറിയില്ല. സ്വന്തം ശരീരം ഇങ്ങനെ ആളുകൾ ആർത്തിയോടെ ഇറച്ചി കഷ്ണമായി കാണുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമോ വിവേകമോ ഇല്ലാത്ത ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞിനെ നമ്മളൊരു വലിയ ആളുടെ ബോധ്യമണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് എങ്ങനെയാണ് ശ്രീ മൊയ്തീൻ കുഞ്ഞ്? എനിക്ക് 3 മക്കളും 8 കൊച്ചുമക്കളും ഉള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. അത് കുഞ്ഞുങ്ങളോട് നമുക്ക് കുറച്ചുകൂടെ കരുണയാകണം. അതുകൊണ്ട് തന്നെ അപ്പൊ ഈ തന്തയും തള്ളയും ഈ കുട്ടികളെ എങ്ങനെ പോകുന്നു അന്വേഷിക്കേണ്ടത് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. സമൂഹത്തിന് 2ാമത്തെ സ്ഥാനമുള്ളു. 1ാം സ്ഥാനം തന്തയ്ക്കും തള്ളയ്ക്കുവാ. ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ വേറൊരു പ്രേക്ഷകൻ കാത്തു നിൽക്കുന്നുണ്ടാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്. അദ്ദേഹം ഇപ്പോൾ എന്നോട് പിണങ്ങും. കാരണം ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം വിളിക്കുമ്പോൾ തൊട്ട് മുമ്പ് ആരെങ്കിലും ഞാനുമായി തർക്കിക്കുന്ന ഒരു സാഹചര്യം സ്ഥിരമായി വരികയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ ദയവായി എന്നോട് ക്ഷമിക്കണം. ഇത് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുകയാണ്, കരുതിക്കൂട്ടിയല്ല. താങ്കൾക്ക് പറയാം. അല്ല, ഈ ഒരു വാക്ക് കണ്ടുപിടിച്ച് ആരെയാലും സമ്മതിച്ചു കൊടുക്കണം. എന്തായാലും 20-22 മിനിറ്റായി ഈ ക്ഷമിച്ചു എന്നൊരു വാക്കേ അല്ലെങ്കിൽ വട്ടായി പോയനെ. എന്തായാലും കാര്യങ്ങൾ ഈ നേരത്തെയൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനെയൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ താങ്കളുടെ ആ വാക്കുകൾ എനിക്കിട്ട് കൊണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഇത് മാതാപിതാക്കൾ എല്ലാവരും ഇതൊന്ന് ടി വിയിലും മറ്റുള്ളവർ പറയുന്നതെങ്കിലും കേട്ട് കുറച്ച് മനസ്സിലാക്കട്ടെ. കാരണം അമിതമായി കുട്ടികൾക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ഇത് ഒരു പാഠമായിരിക്കണം. കാരണം അച്ഛന്റെ മൊബൈൽ എടുത്ത് ഇത്രയും കാലം 5 കൊല്ലം ഈ കുട്ടി ഉപയോഗിച്ചിട്ട് കോവിഡ് സമയത്തായിരിക്കും കോവിഡ് സമയത്തല്ല, ഇനി ഏത് സമയത്തായാലും എന്റെ മൊബൈൽ എന്റെ കുട്ടികളെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല. തൊട്ട് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംശയം തീർക്കാൻ മാത്രമേ ഈ കോവിഡ് സമയം സ്കൂളിലെ കുട്ടികൾക്ക് മൊബൈലൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഈ മൊബൈലിന്റെ അമിതമായ ഉപയോഗം അത് ശരിയാണ്. അത് ഇന്നത് വലിയ പ്രശ്നം ശ്രദ്ധിക്കണം. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തില് നമ്മൾ ഇപ്പൊ എന്താ പറയുന്നത്, എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിലെന്നാണ് പറയുന്നത്. വന്ന് പീഡനത്തിന്റെ എണ്ണത്തിലും നമ്മൾ മുമ്പിലാണ്. ആളുകളുടെ എണ്ണത്തില്, പീഡനത്തിന്റെ ആളുകളുടെ എണ്ണത്തിലും നമ്മൾ നമ്പർ 1 കഴിഞ്ഞിരിക്കുകയാണ്. ഈ എന്റെ അറിവില് ഞാനും മനുവൊക്കെ ഒരു പ്രായമാണ്. ഇത്രയും കാലത്തിനടുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇത്രയും എണ്ണം ഉള്ള ഒരു കേസ് ഞാൻ വേറെ കേട്ടിട്ടില്ല. അപ്പൊ എണ്ണത്തിൽ നമ്മൾ നമ്പർ 1 ഇതൊരു ഞെട്ടിക്കുന്ന, ഈ നമ്മള് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ട് നമ്മൾ ഞെട്ടുന്നവരാണ്. നമ്മൾ മലയാളികൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവിടെയാണ് ഈ ഇത്രയും എണ്ണം ഈ 5 വർഷം ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഈ കുട്ടി പറഞ്ഞില്ല. അത് അതിന്റെ ആ കുട്ടി പ്രായത്തിലും അതിന്റെ ആ ഒരു എന്തായിക്കോട്ടെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ തമ്മിലൊരു യുദ്ധത്തിന് ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഈ പിടിക്കപ്പെട്ട 30-കാരന്റെയും 25-കാരന്റെയും ഒക്കെ ബോധം എവിടെയായിരുന്നു എന്ന ചോദ്യം കൂടി ഒരു കാര്യം മനസ്സിലാക്കിയോ? ഒരു മുട്ടായിക്ക് വേണ്ടി ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുന്ന പ്രായമാണ് ഇതൊക്കെ. നമ്മൾ കണ്ടതാണത്. ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ച് തലയിൽ കല്ലെടുത്തിട്ട് കൊന്ന നാടാണിത്. കാര്യം കുട്ടിയൊക്കെ അതിനുള്ള പക്വത കാണുള്ള ആ പ്രായത്തില്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ വളരെ കൃത്യവുമാണ്. ഞാൻ അതിലേക്ക് വരാം. ജയകുമാർ പറയുന്നത് ആർജവമുള്ള ഒരു ജനകീയ സർക്കാരാണ് നമുക്ക് ഉള്ളത് എന്ന് പറയുന്നു. ഇവിടെ എന്ത് സംഭവിച്ചാലും കുട്ടികൾക്ക് പുറത്തു പറയാൻ പേടിയാണ്. സഖാക്കന്മാർ അല്ലെങ്കിൽ ഉടൻ കേസെടുക്കും, പീഡിപ്പിച്ചവരെല്ലാം ഒരുപോലെ കണ്ട് കേസെടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായൊരു നടപടി എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അടുത്ത പ്രേക്ഷകൻ ചന്ദ്രൻ നായരാണ്. ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്, അല്ലേ ശ്രീ ചന്ദ്രൻ നായർ? അതെ സാർ. എന്ത് പറ്റി? നമ്മൾ വിളിച്ചിട്ട് കിട്ടാത്തതാണോ? ബലഹീനമായ ഒരു കുടുംബം, പാവപ്പെട്ട കുടുംബം സംഭവിച്ചു പോയി. അതിനകത്ത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതോടൊപ്പം സമൂഹത്തിന് എന്താന്ന് വെച്ചാൽ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം സാർ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തില് ഒരു പെൺകുട്ടി നമ്മുടെ അയൽവക്കത്തുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയിലല്ല, മറ്റ് എന്തെങ്കിലും രീതിയിലൊക്കെ എവിടെയെങ്കിലും പോയി പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ സമൂഹവും കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ ഇനിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സാർ എന്റെ വിശ്വാസം. സാർ അത് കൂടാതെ തന്നെ സാർ പൊതുവേദിയെ
എന്നെ പോലെയുള്ള വിളിക്കുന്ന ആൾക്കാർ നിയന്ത്രിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിരുത്സാഹപ്പെടുത്തണേ സാർ. അതായത് സാറിന് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ ഇത് ഏറി പോകുന്നതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതേതായാലും നിന്നിരിക്കുക സാർ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ സാർ. ഇപ്പോൾ ഈ വൃദ്ധർക്ക് വേണ്ടിയിട്ട്, അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് 6 ദിവസം തിരുവനന്തപുരത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന പൗരന്മാരാണ് സാർ ഏറ്റവും കൂടുതൽ ഈ പൊതുവേദിയിൽ ബന്ധപ്പെടുന്നതും. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഒത്തിരി സ്റ്റേജുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതും കൂടെ എന്താണെന്ന് വെച്ചാൽ സാറേ എപ്പോഴെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണേ സാർ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാജു ജേക്കബ് ദിസ് ന്യൂസ് വിൽ സ്ക്രാപ്പ് എന്ന് എനിക്ക് എഴുതുന്നത്. എന്ന് വെച്ചാൽ വെൻ ഫസ്റ്റ് മാപ്ര ഇൻ പോക്സോ കേസ് ദിസ് ന്യൂസ് വിൽ സ്ക്രാപ്പ് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല ഇതിൽ മാപ്രയെന്നോ, മാപ്ര എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. മാധ്യമപ്രവർത്തകരോ പത്ര റിപ്പോർട്ടർമാരോ ഒക്കെ പ്രതികളാകുന്നു എന്നുള്ളതല്ല കാര്യം. എനിക്കറിയില്ല അങ്ങനെ പ്രതികളായിട്ടുള്ള ആളുകളുണ്ടോ എന്ന്. താരതമ്യേന കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലെ അല്ലെങ്കിൽ അവരെ കൂടി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടി അങ്ങനെ മാധ്യമപ്രവർത്തകർ പോക്സോ കേസിൽ പെട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും കുറച്ച് മാധ്യമപ്രവർത്തകരുടെ എണ്ണം കുറവായതുകൊണ്ടും കൂടിയാണ് ആയിരിക്കാം അവർക്ക് സാധാരണ അതങ്ങനെ കാണാറില്ല. കുറെ കൂടി ബോധമുള്ളവരാകണം മാധ്യമപ്രവർത്തകർ എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. രാജു ജേക്കബിന് ഈ മാധ്യമപ്രവർത്തകരെ പോക്സോ കേസ് ചർച്ച ചെയ്യുമ്പോഴും എന്തിനാണ് അവരെ ചീത്ത വിളിക്കുന്നത്? ഞങ്ങളുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നാലാൾ അറിഞ്ഞു പോകുന്നു എന്നുള്ള വിഷമമാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയും ഈ മാധ്യമങ്ങൾ അടച്ചുപൂട്ടി പോകണം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായി ഒരാളെ വിമർശിക്കുമ്പോൾ വേണമെങ്കിൽ അവർക്ക് പറയാം മാധ്യമങ്ങൾ തെറ്റാണ്, അവരുടെ താല്പര്യത്തിനെതിരെ പോകുന്നതെന്ന്. പക്ഷേ ഒരു പെൺകുട്ടി, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 62 പേർ അതിക്രൂരമായി പങ്കിട്ട് തിന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമത്തോട് കാണിക്കുന്ന ഈ അസഹിഷ്ണുതയാണ് കേരളത്തിൽ ഇതുപോലുള്ള കാപാലികന്മാരെ ഇനിയും വളരാനും പ്രോത്സാഹിപ്പിക്കാനും അനുവദിക്കുന്നത്. രാജു ജേക്കബ് ദയവായി ഇത് അവസാനിപ്പിച്ച് പൊതുബോധത്തോടൊപ്പം നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് നമുക്ക് ധാരാളം പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകരുള്ള സ്ഥലമാണ്. രാജൻ കൊല്ലമൊക്കെ വരാനിരിക്കുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണനും കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇതിന് സാറ് ആദ്യം കോളെടുത്ത് ആദ്യം സക്രിയ എന്ന് പറഞ്ഞ കറിയ എന്ന് പറയുന്ന ആള് പറഞ്ഞത് ഇത്രയും പേര് എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു പോയെന്നൊക്കെ. അപ്പം അതിന് അങ്ങ് ഉത്തരം പറഞ്ഞു. അത് കൊച്ചാണ്, അത് 13 വയസ്സുള്ള കൊച്ചായതുകൊണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ കറിയ കാണുന്ന ടൗണിലുള്ള പിള്ളേരെ ആയിരിക്കും. അതും ചിലപ്പം 10 വയസ്സാകുമ്പം വലുതായെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ. ഇതൊരു അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലുള്ള കുട്ടിയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ഏതാണ്ട് ഉൾപ്രദേശത്തിലെങ്ങാനും താമസിക്കുന്നതായിരിക്കും. ഈ അച്ഛനും അമ്മയ്ക്കൊന്നും ഈ കൊച്ചിനെയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും സമയം കാണില്ല. പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് വിടുന്നു, പഠിക്കുന്നു. ഇവർക്ക് വേറെ ജോലിക്കൊക്കെ പോയിട്ട് ഇവരിതിനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി 1 or 2 ഡ്രസ്സ് മാത്രമൊക്കെ ഉള്ള പിള്ളേരൊക്കെ ആയിരിക്കും ഇതൊക്കെ. ഇവരൊക്കെ നമ്മളിവിടെ ഈ ആദ്യം ആ കറിയാന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ കാണുന്ന പിള്ളേരൊക്കെ 5, 6, 7, 8 ഡ്രസ്സ് ഒക്കെ ഉള്ളവരായിരിക്കും. ഇത് 1 or 2 ഡ്രസ്സ് വരെ കാണുന്നവരായിരിക്കും. ഒരു ഡ്രസ്സ് കഴുകിയിട്ടിട്ട് ഉണങ്ങിയ ശേഷം മറ്റു ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ അത് കഴുകി അടുത്ത ദിവസം സ്കൂളിലേക്കുള്ളത് അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ ഇതിനകത്ത് ആ ഫോണിന്റെ ദുരുപയോഗത്തിനെ പറ്റി ഒരാൾ പറഞ്ഞത് ഈ ഫോട്ടോ എടുത്ത് കൊച്ചു വിട്ടുവെന്ന് പറയുന്നത്. അതിനകത്ത് ഈ ഫോണിന്റെ ദുരുപയോഗം ഇതിപ്പോ ഈ വിഷയം ആണെങ്കിലും ഈ വിഷയത്തിന് കൂടാതെ മേളിലോട്ട് പറയുന്നത് നമ്മളെ രക്ഷകർത്താക്കളിൽ തന്നെ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞാൽ 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഓഫർ കൊടുക്കുക. 7ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി വന്നാൽ 8ാം ക്ലാസ്സിൽ നിനക്ക് ഇത് തരാം, ബാറ്ററി ഉള്ള വണ്ടി വാങ്ങിച്ചു തരാം. 10ാം ക്ലാസ് ഹൈ മാർക്കോടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആക്റ്റീവ് ഓടിക്കാൻ തരാം. പിന്നെ ഗൾഫിൽ നിൽക്കുന്ന അച്ഛനൊന്നും അറിയുന്ന പോലും ഇല്ല. ഇവിടെ ഈ ആക്റ്റീവ് വീട്ടിന്റെ മുറ്റത്തും വീട്ടിന്റെ അടുത്തും ഒക്കെ ഓടിക്കാനായിട്ട് കൊടുക്കുന്നവൻ പിന്നീട് കൊടുക്കുന്നവനും അവളും അതാണും പെണ്ണും ഒക്കെ തന്നെ ഒരു 8ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഈ ആക്റ്റീവായിട്ട് അമ്മയായിട്ട് അങ്ങോട്ട് കടയിൽ പോകാൻ ഇങ്ങനെ അകത്ത് തന്നെ ടൗണിനകത്ത് റോട്ടിൽ ഇറങ്ങത്തില്ല, പരിസരത്ത് തന്നെ അപ്പുറം ഇപ്പുറം പോകുന്നതായിട്ട്. പിന്നീട് ഈ അമ്മയും കൊണ്ടുപോകത്തില്ല, അച്ഛനെയും കൊണ്ടുപോകത്തില്ല. പിന്നെ ഈ വണ്ടിയായിട്ട് ഇവര് തോന്നിയ പോലെ പോവുക. കാര്യം ഈ വണ്ടികൾ പഠിപ്പിക്കാനായിട്ടുള്ള പ്രായം 18 വയസ്സിന് താഴെ പഠിപ്പിച്ചുകൂടാന്നില്ല. പക്ഷേ വണ്ടി കൊടുക്കരുതെന്നെങ്കിലും ഈ രക്ഷകർത്താക്കൾ ഒന്ന് ഉറപ്പിക്കണം. കാര്യം ഇത്തരത്തില് ഈ അമ്മയും കൊണ്ട് പോകുന്നത് അച്ഛനെ ഗൾഫിലായിരിക്കും. അപ്പം വിചാരിക്കുക അമ്മയും കൊണ്ട് പോകും മോള് തന്നെ പിടിക്കുക, പെട്ടെന്ന് വണ്ടിയൊക്കെ ഓടിക്കുക. ട്യൂഷൻ അപ്പുറത്താണ്. അതാണ്. അതായത് പലതരത്തിൽ ഇങ്ങനെ ആളുകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. ചിലർ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സെബാസ്റ്റ്യൻ ചിറമേൽ പറയുന്ന ആരുടെ പേരൊക്കെ പറയുന്നുണ്ട് ഈ പോക്സോ കേസിൽപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരാണെന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരു നിയമപരിരക്ഷയുമില്ല, ഒരു ഇതുമില്ല. അങ്ങനെ ഒരു FIR ഉണ്ടെങ്കിൽ ആ സംഭവത്തിൽ വാർത്ത വരും. അത് ന്യൂസ് 18 അതിലൊരു പേടിയില്ല.
അത് ഏത് മാധ്യമപ്രവർത്തകനാണെങ്കിലും അവിടെ വാർത്ത നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കാനും അത് അല്ലാതെ തന്നെ ഇപ്പോൾ ആർക്കും വാർത്തയൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. സാമൂഹിക മാധ്യമങ്ങളുണ്ട്, എല്ലാ വാർത്തകളും പുറത്തേക്ക് വരും. അപ്പോൾ അത് അല്ല, നമുക്കിവിടെ ലക്ഷ്യം ആരെങ്കിലും ചീത്ത വിളിക്കുക എന്നതിനപ്പുറത്തേക്ക് കുട്ടികളെ സംരക്ഷിക്കുക എന്ന വലിയ ബോധ്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പത്തനംതിട്ടയിൽ നമുക്കൊരു പ്രേക്ഷകനുണ്ട്, സ്ഥിരം പ്രേക്ഷകൻ അനിയൻകുട്ടൻ. ശ്രീ അനിയൻകുട്ടൻ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ചില വിശദാംശങ്ങൾ, ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഒരു കൂടുതൽ കാര്യങ്ങൾ അനിയൻകുട്ടനെ അറിയാമായിരിക്കാം അല്ലേ ശ്രീ അനിയൻകുട്ടൻ? എന്താണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം വരുന്നത് അനിയൻകുട്ടൻ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, 3-4 ദിവസമായിട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് ഈ ഒരു വളരെ സുപ്രധാനമായ തർക്ക വിഷയമായതുകൊണ്ട് അന്ന് ഒരുപാട് പേര് വിളിക്കുകയാണ്. കാരണം ഈ വസ്ത്രം കേരളത്തിൽ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണെന്ന് ഞാനും ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. നമ്മുടെ കാണിയുടെയും കോച്ചയുടെ കാര്യം വന്ന് അന്ന് പോലെ കിടന്ന് വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇന്നലെ ഒന്നും കിട്ടിയില്ല. അത് പോട്ടെ, സാരമില്ല, നമ്മളെ പലരല്ലേ. സാറേ, എന്നാ ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മല്ലപ്പള്ളി താലൂക്കിലാണ് കേട്ടോ, ഞട്ടവാ. അപ്പം ഇന്നലെ 2 ദിവസമായിട്ട് ഇതിന്റെ ഇങ്ങനെ കണ്ടു, ഒരു കൊച്ചു കുട്ടിയെ 60-62 പേര് പീഡിപ്പിച്ചു. ഇത് ഈ നാട്ടിൽ ഇതെല്ലാം ഈ 62 പേരെ നമ്മുടെ നാട്ടിൽ ഇത് തന്നെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ഈ മൊബൈൽ ഉപയോഗിക്കാതെ അത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് സമയത്ത് നമ്മൾ തന്നെ ആളുകൾക്കൊക്കെ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം പഠിക്കാൻ വേണ്ടി. ആ കോവിഡ് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പഠിത്തത്തിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അധ്യാപകരെല്ലാം കൂടി മൊബൈൽ എല്ലാവർക്കും എടുത്ത് കൊടുത്ത് ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങി. അവിടെ മുതലാണ് ഈ കുട്ടികൾ ഇല്ലാതാകാൻ തുടങ്ങിയത്. ഇത് നാട്ടിൽ അതേ രീതി പോയി ഒന്നാമതെ മയക്കുമരുന്നും കഞ്ചാവും. ഞങ്ങളുടെ ഇവിടെ കയറി കഴിഞ്ഞാൽ കുട്ടികൾ പരസ്യമായിട്ട് 6-7 പഠിക്കുന്ന കുട്ടികൾ വീടിയും വലിച്ച് കഞ്ചാവ് വലിക്കുന്നുണ്ടോ കള്ളു കുടിക്കുന്നുണ്ടോ ഒന്നും ഇല്ല, ഒരു അന്വേഷണവും ഇല്ല. പോലീസുകാർ കണ്ടാലോ പോലീസുകാരൊക്കെ ഈ നാട്ടിൽ ഇറങ്ങി അന്വേഷിക്കണം. നമ്മുടെ കോളേജുകളിലെല്ലാം ഇത് തന്നെയാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും ഈ ഫോൺ ഉപയോഗിക്കുന്നതും ഫോണിലേക്ക് അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു എന്നതുമൊക്കെ സ്ഥിരീകരിച്ച വാർത്തകളായി വരുന്നു. നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി പിന്നീട് പീഡനത്തിന് ഇരയാക്കി പലരും ഉപയോഗിച്ചു. സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയാത്ത അച്ഛൻ്റെ മൊബൈൽ ഫോണിൽ ആണ് പെൺകുട്ടി ഇതെല്ലാം ചെയ്തത്. പെൺകുട്ടിക്ക് പ്രതികളുമായുള്ള ആശയവിനിമയം സാധ്യമായതും ഈ മൊബൈൽ ഫോൺ വഴിയാണ്. ഇപ്പോൾ ഫോൺ നമ്പറും നഗ്ന ദൃശ്യങ്ങളുമൊക്കെ ചേർത്ത് ചിലയിടങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലും അതിക്രമം നേരിട്ടു എന്നാണ് ഈ പോലീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെന്തൊരു ക്രൂരതയാണ്! പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലും ഒരു കുട്ടിക്ക് അതിക്രമം നേരിടുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമല്ല. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ചൂഷണം ചെയ്ത ഓട്ടോ ഡ്രൈവർമാരുണ്ട്, അവർക്ക് കൂട്ടുനിന്ന് അറസ്റ്റിലായവരുണ്ട്. 62 പേരെ പറ്റിയാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസെടുക്കുന്നത്. 26 പേർ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അടുത്ത കോളറിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നത്. പ്രദീപുമായി കഴിഞ്ഞ ദിവസം അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. പ്രദീപ് നമ്മുടെ ഒരു പ്രദീപിലേക്ക് ഞാൻ ഒരു ദിവസം മുമ്പ് വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വപ്ന എന്നൊരു പ്രേക്ഷക എന്നോട് പിണങ്ങിയിരിക്കുന്നു. സ്വപ്ന പറയുന്നത് സ്വപ്ന 2 കമൻ്റ് അയച്ചിട്ട് ഞാനത് വായിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് എന്നോട് പിണങ്ങിയിരിക്കാൻ ദയവായി സ്വപ്ന പിണങ്ങരുത്. സ്വപ്നയുടെ കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ കാണാതെ പോയതാണ്. എവിടെയാണ് കമൻറ്റ് കണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും സ്വപ്ന നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. സ്വപ്നയുടെ കമൻറ്റുകൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇതിൽ കാണാത്തത് കൊണ്ടാണ് വായിക്കാത്തത് കേട്ടോ. ഒപ്പം അതുൽ എഡിറ്റ്സ് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ല നമ്പർ 1 കേരളം എന്ന് സത്യ പറയുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലേ, നമ്പർ 1 കേരളം എന്നാണ് പറയുന്നത്. സമ്മതിച്ചല്ലോ എന്ന് അതുലും പറയുന്നുണ്ട്. വാളയാർ കേസ് മാധ്യമങ്ങൾ വീണ്ടും കൊത്തിപ്പൊക്കാൻ വൻ ചർച്ചകൾ നടത്തണം. കേസ് ഒതുക്കാൻ പോലീസിൽ നിന്ന് ആർക്കു വേണ്ടി നാൾ വഴികൾ തേടിപ്പോണം എന്ന് AL വ്ളോഗ്സ് പറയുന്നു. AL വ്ളോഗ്സ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. സാർ, ആ കുട്ടിയുടെ നെയിം എങ്ങനെയെങ്കിലും അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. മൂവി മേക്കേഴ്സ് കളർ. നമ്മൾ അങ്ങനെ കുട്ടികളുടെ പേര് ഒരു കാരണവശാലും, പ്രത്യേകിച്ച് ഇരയായ ആളുകളുടെ പേര് അറിഞ്ഞാലും പുറത്ത് പറയരുത്.
അത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല. കുട്ടിയുടെ അല്ലെങ്കിൽ പീഡനത്തിനിരയായ സ്ത്രീയുടെ രഹസ്യ ഇത് നമ്മൾ സൂക്ഷിക്കാൻ വളരെയധികം ബാധ്യസ്ഥരാണ് എന്ന കാര്യം താങ്കളും കൂടി ഓർക്കണം. പ്രദീപ് വളരെയധികം ക്ഷമിക്കണം, പ്രദീപിലേക്ക് വരാം. നമുക്കിഷ്ടംപോലെ സമയമുണ്ടെന്ന് കരുതിയാണ്. പ്രദീപ് ഇവിടെ നാട്ടിലുണ്ടോ അതോ വിദേശത്താണോ? നമസ്കാരം മിസ്റ്റർ മനു. ഒരാഴ്ച കൂടെ ഉണ്ടാവും മിസ്റ്റർ മനു. ഇത് പ്രബുദ്ധ കേരളം അല്ലേ? നമ്മൾ പ്രബുദ്ധ കേരളം, നമ്പർ 1 കേരളം, ലോകത്തിന്റെ നെറുകയിൽ എല്ലാ കാര്യങ്ങളിലും സാംസ്കാരികപരമായി മുന്നോട്ട് നിൽക്കുന്ന നമ്മുടെ കേരളം. സത്യം പറഞ്ഞാൽ പുച്ഛിച്ച് തല താഴ്ത്തുന്നു മിസ്റ്റർ മനു. ഞാനൊക്കെ അഭിമാനത്തോടെ, ഞാൻ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന പലർക്കും അറിയാം. നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പലതും നടക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, അത് ഞങ്ങൾ അവിടെയല്ല, ഞങ്ങൾ കേരളത്തിൽ നിന്നാന്ന് പറയും. ഐ എം ഫ്രം കേരള എന്ന് പറയും, വളരെ പ്രൗഡായിട്ട് പറയും. കേരളത്തിൽ നമ്മൾ വളരെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് മനു സംഭവിക്കുന്നത്? ഇപ്പൊ തന്നെ സംസാരിക്കുന്നതിൽ പലരും പറയുന്നത് എന്താണ്, ആ കുട്ടിയാണ് ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ. 13 വയസ്സായ ഒരു പെൺകുട്ടിയെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നു, അവരെ വീട്ടുകാരെ കുറ്റം പറയാൻ ശ്രമിക്കുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന മാതാപിതാക്കളുണ്ട് നമ്മുടെ നാട്ടില്. ഇത്രയും കഷ്ടപ്പെട്ട് അവർ ഈ കുട്ടികളെ ഒരുപക്ഷെ പരിഗണിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അതിനുള്ള അറിവ് അവർക്ക് ഉണ്ടാവില്ല. ഈ കുട്ടികളെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അമ്മാവനോ അമ്മാവന്റെ മക്കളോ അയൽവാസിയോ ഇങ്ങനെ തൊട്ടടുത്തിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടാൻ ചാൻസ് ഉള്ളത്. രണ്ടാമത് സ്കൂളിൽ തന്റെ സമപ്രായമായി പഠിക്കുന്ന കുട്ടികൾ അവർ ഇതേപോലെ ട്രാപ്പിൽ പെടുത്തും. ഈ ട്രാപ്പിൽ പെടുത്തിയിട്ടാണ് ഈ കുട്ടികൾ ഇത്രയും സംഭവങ്ങൾ അവരറിയാതെ പെട്ടുപോകും. ഈ പെൺകുട്ടികൾ ഒരുപക്ഷെ അവർക്ക് ഈ പ്രലോഭനങ്ങളെ കൊടുക്കുമ്പോൾ അവർ അറിയാതെ അങ്ങ് വീണുപോകും. പിന്നെ അതിന്റെ കൂടെ ഒപ്പം പറയേണ്ടത് ഇത് ഈ 13 വയസ്സായ ഒരു പയ്യൻ എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ അവർ ക്രിമിനലാണ്, അവരൊരു വലിയ ആൾക്കാരുടെ മൈൻഡാണ് അവർക്ക്. അവരെ എല്ലാം ഒരു ജൂവനാലായിട്ട്, ഒരു കൊച്ചുകുട്ടിയായിട്ട് പരിഗണിക്കാതെ വലിയ കുട്ടിയായിട്ട് തന്നെ പരിഗണിച്ച് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ, അവർക്ക് ഈ നമ്മുടെ നിയമനിർമ്മാണ സഭയിലേക്ക് വന്നിട്ട് അവർക്ക് ഒരു ശരിക്കും നമുക്ക് വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ തന്നെ മാതൃകാപരമായി കൊടുക്കണം. അതിനൊപ്പം ഒന്ന് മിസ് മനു, ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പാഠ്യ പദ്ധതിയിലെ, അതായത് സെക്സ് എഡ്യൂക്കേഷൻ വേണം, കുട്ടികളുടെ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ഇതെല്ലാം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല. അവർ കൊച്ചുകുട്ടികളാണെന്നേ. ഈ പേരന്റിനെ നമുക്കൊരു പരിധി വരെ പരാതി പറയാൻ പറ്റും. എത്ര എന്ന് പറയും, ഇന്ന് ഫോൺ കൊടുത്തില്ലെങ്കിൽ അടിയുണ്ടാക്കുന്ന വീടുകളുണ്ട്, അറിയാമോ? അച്ഛൻ കൊടുക്കല്ലെന്ന് പറഞ്ഞാൽ അമ്മ കൊടുത്തിട്ടേ അടങ്ങൂ. പിള്ളേർ അച്ഛൻ കാണാതെ കൊടുക്കുന്ന വീടുകളുണ്ട്. ആ വീടിനകത്ത് കലഹങ്ങളുണ്ട് പലയിടത്തും. ഇതിനെല്ലാം കാരണം ഇപ്പൊ ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അമേരിക്കയിലും ലണ്ടനിലും എല്ലാ സ്ഥലങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലേ, ടെക്നോളജി കാണുന്നില്ലേ? പക്ഷെ അവർക്ക് ബേസിക്കലായിട്ട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. എവിടെയാണ് തെറ്റ് വരുന്നത്, എവിടെയെല്ലാം നിർത്തണം. ഒപ്പം നമ്മുടെ മന്ത്രിമാരും MLA മാരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നല്ല നിയമം ഉണ്ടാക്കണമെന്നേ ഈ ക്രിമിനൽക്കാർ. ഇവരൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപിന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്. നമ്മുടെ ശ്രുതി പറയുന്നത് നമ്മുടെ നിയമം ശരിയല്ല, 62 പേരെയും തൂക്കിക്കൊന്നാൽ നാളെ മറ്റൊരു കൊച്ചിനെയും ഈ അനുഭവം ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഈ കടുത്ത ശിക്ഷ വേണമെന്നാണ് പലരും പറയുന്നത്. ഞാനും അതിനെയൊക്കെ പിന്തുണയ്ക്കുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിലെ വിദഗ്ധർ അത് തീരുമാനിക്കട്ടെ എന്ന് ഇത് പറയുന്നു. NXG റിയാക്ട്സ് പറയുന്നത് ഇത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഒരു വലിയ കേസല്ലേ എന്ന് ചോദിക്കുന്നു. ഇത് വലിയ കേസ് എന്നതിനപ്പുറത്തേക്ക് ഒരു 13-കാരിയുടെ ദുരിതാവസ്ഥ എത്ര ആലോചിച്ചാലും നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് NXG റിയാക്ട്സ്. നമുക്ക് ആ വേദനയിൽ, ആ ദുരിതത്തിൽ നമുക്ക് നടുങ്ങിപ്പോവുകയാണ് കേരളം. ഇപ്പം നമുക്കിത് അവസാനിപ്പിക്കണം. ദുബായ് ലൈഫ് എന്നോട് ഹായ് പറയുന്നു. ദുബായ് ലൈഫിന് ഞാനും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. അവിടെ ദുബായിൽ ഹാപ്പിയായി ഇരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഒരാൾ എന്നോട് നേരത്തെ ചോദിച്ചത് ആ കുട്ടിയുടെ നെയിമെങ്കിലും അറിയാമോ എന്നതാണല്ലോ. അപ്പോൾ എനിക്ക് അയാളോടൊക്കെ പറയാനുള്ളത്, ഈ പേരെന്തു തന്നെ വിളിച്ചാലും നീ തന്നെയാണ് എന്ന് നമ്മുടെ ഗോതമ്പ് പാടത്ത് വിരിയുന്ന കതിർത്തരുമ്പുകളെ നോക്കി പണ്ട് കവി പറഞ്ഞതുപോലെ ഈ ലക്ഷ്മിയെന്നോ സീതയെന്നോ അല്ലെങ്കിൽ ഗൗരിയെന്നോ ലക്ഷ്മിയെന്നോ സീതയെന്നോ രാധയെന്നോ പേരെന്തിട്ട് വിളിച്ചാലും അത് നീ എന്നും നീ തന്നെ. ഇതുപോലുള്ള കുട്ടികളുടെ പേരെന്തോ ആയിക്കോട്ടെ, പക്ഷേ അവർ നേരിടുന്ന പീഡനം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത കോളർ നമുക്ക് ദാസനാണ്, കണ്ണൂരിൽ നിന്ന് വിളിക്കും. ദാസൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ദാസൻ, ഈ നാടിനിത് എന്തു പറ്റി? കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇത്ര മാത്രം ഒരു ലൈംഗിക താല്പര്യം എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതൊരു വലിയ ഭയങ്കര പ്രയാസമാണ് മനു. കാര്യം നമ്മളെ ഈ കുഞ്ഞുമൊക്കെ 10-12 വർഷ കുട്ടീനാണ് നിങ്ങളെ ഉദ്ധരിച്ച് ലൈംഗിക അഭ്യോഗം കാണിക്കുന്നത്. ഏറ്റവും ഏത് അവസ്ഥയാണ് ചിന്തിക്കാൻ
ഇത്തരം തെണ്ടികളാ ഏത് ഞാൻ പറയാൻ വാക്കില്ല. കാര്യം എനിക്ക് ഒരു 10-15 വയസ്സിലെ പേരക്കുട്ടി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ കുഞ്ഞു കുട്ടീനെ ആ മക്കളെ എന്തൊരു തെണ്ടികളെ ഏട്ടനും അനിയനും അച്ഛനും മോനും ഒക്കെ ഓട്ടോ ഡ്രൈവറുമായി എന്തൊരു വൃത്തികെട്ട രീതിയത്. ഈ ലോകത്ത് ഇവരെയൊക്കെ ശരിക്കും ഇവരെ ലൈംഗിക അഭയം കട്ടിയാന്ന് ഞാൻ പറയുന്നത്. തെണ്ടി ആയിന്റെ മക്കളാ. ഞാൻ പറയാൻ നമുക്ക് പൊതുവേദി ആയതുകൊണ്ട് പോട്ടെ, സാരമില്ല. അല്ല എന്റെ വികാരം അത്ര കുഞ്ഞു മക്കളെ കുഞ്ഞു കുട്ടികളാ. യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ദുബായ് ലൈഫ് എന്നോട് ചോദിക്കുന്നത് പോക്സോ കേസ് പുറത്തു വരാതെ ഒതുക്കി തീർത്ത കേസുകളാണ് കേരളത്തിൽ അധികവും, അത് സമ്മർദ്ദത്തിന് കാരണം ആകുന്നു എന്ന്. കാരണം അതൊരു വലിയ സത്യം കൂടിയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ പിന്നീട് അവരുടെ വിവാഹവും ഒക്കെ എത്തുമ്പോഴൊക്കെ ഈ കേസ് ഇങ്ങനെ വീണ്ടും വീണ്ടും പൊങ്ങി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായി അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് അടുത്ത ഓർഡറിലേക്ക് പോകേണ്ടതുണ്ട്. ബിനോയ് ആണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ബിനോയ് കുറച്ച് ദിവസമായിട്ട് പൊതുവേദിയിലേക്ക് വിളിച്ചില്ലല്ലോ. തിരക്കിലായിരുന്നു. ബിനോയ് പൊതുപ്രവർത്തകനാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? കോൺഗ്രസിന്റെ അപ്പൊ കച്ചവടവുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരിക്കാം കൂടുതലും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അല്ലല്ല, പൊതുപ്രവർത്തനമായിട്ടുള്ള തിരക്കുണ്ട്. ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നായിരുന്നു. ബിനോയൊക്കെ ഈ പൊതുരംഗത്തൊക്കെയുള്ള ആളുകളല്ലേ, ഈ ഇത്തരം ഇതിലെന്താണ് ബിനോയ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ആരുടെ സമൂഹം ഇവരെ മാറ്റണോ അതോ എങ്ങനെയാണ് നിയമം ശക്തമാക്കണോ? എന്താണ് ബിനോയ്ക്ക് തോന്നുന്നത്? അല്ല, ഒന്ന് സമൂഹം മാറാൻ, രണ്ട് പാരന്റ്സ് മാതാപിതാക്കൾ ഇത്തിരി കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളും നല്ല തിരക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, വീട്ടിൽ ഒരാളുടെ ഒരു അധ്വാനം കൊണ്ടൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാലമാണ്. അപ്പോൾ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നതായിരിക്കും. പിന്നെ കുട്ടികളും അവരുടെ രീതിയിലൊക്കെ അങ്ങ് പോകും. പക്ഷെ മൊബൈൽ ഉപയോഗം ലിമിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ കുറ്റക്കാരനായിട്ട് കാണുന്നത് ഈ കുട്ടിയുടെ അച്ഛനെയാണ്. അച്ഛൻ വേണ്ട രീതിയിൽ ആ കുട്ടിയെ ശ്രദ്ധിക്കാമായിരുന്നു. അല്ല, അറിവല്ല, നിങ്ങളെ ലേഖകൻ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത അച്ഛൻ വീട്ടിലിരുന്ന് മദ്യപിക്കുമ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഈ കേസിലെ പ്രതികൾ പലരും അവിടെ വന്നതിന് ശേഷമാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ലേഖകൻ ഇന്ന് അവിടെ റിപ്പോർട്ട് അത് നടന്ന സംഭവമാണ്. നിങ്ങളെ ലേഖകനല്ല, ബോധ്യമില്ലാത്ത ആളുകളാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബോധ്യമില്ലാത്ത ആളുകൾ. എങ്കിലും നമ്മളുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ കേരളത്തെ ഓർത്ത് നമ്മൾ തല താഴ്ത്തുന്ന ഒരു സമയമാണിത്. കാരണം 13 വയസ്സെന്ന് പറഞ്ഞപ്പോ കിരൺ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒന്നും അറിയാൻ പറ്റാത്തൊരു പ്രായം. എനിക്കൊരു മകളുണ്ട്, 15 വയസ്സായ എന്റെ മകളുണ്ട്. ഞാൻ 15 വയസ്സുകാരിയുടെ പിതാവാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗം നമ്മൾ കുട്ടികൾക്ക് ലിമിറ്റ് ചെയ്ത് നിയന്ത്രിക്കണം. ഇപ്പൊ മനു നേരത്തെ പറഞ്ഞ കണക്കിൽ സ്കൂളുകളിലും മറ്റിടത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഇപ്പോഴും ഓൺലൈനിൽ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ആവശ്യമാണ്. പക്ഷെ എന്തുവാണ്, അമൃത് അധികമായാലും അത് വിഷമായി മാറും എന്നുള്ള പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് കൃത്യമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ സമൂഹത്തിലുള്ള ഇതുപോലെ ഈ 63 അവന്മാരെയും സൗദി അറേബ്യയിലെ പോലെയുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഊരി പോവാനുള്ള ഒരു അവസരം കൊടുക്കരുത്. മനു പറഞ്ഞ പോലെ നമ്മളുടെ നിയമങ്ങൾ മാറ്റി എഴുതേണ്ടുള്ള സമയം കഴിഞ്ഞു. നമ്മൾ 13, 12, 10 വയസ്സുള്ള കുട്ടികളായിട്ടല്ല നമ്മൾ കാണേണ്ടുള്ളത്. അപ്പൊ അങ്ങനെ കാണാത്തവന്മാർക്കെതിരെ ശക്തമായ നിയമ നടപടി. അതുമല്ല, ഈ ഒന്നിൽ കൂടുതൽ പേര് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ മീഡിയകൾ തന്നെ പറയുന്നു. അത് മീഡിയകൾ ഉള്ളത് കൊണ്ടാണ് ഇത് പുറത്തു വന്നു. ഞാൻ നിങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം ഈ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. ഫോർ ദ സ്റ്റേറ്റ് ആണ്, മാധ്യമങ്ങളാണ് ഇവിടെ എല്ലാ കാര്യവും തുറന്ന് പൊതുസമൂഹത്തിനെ അറിയിക്കുന്നത്. ചിലപ്പോൾ 100 കാര്യം പറയുമ്പോൾ 1 or 2 കാര്യങ്ങൾ ഫേക്ക് ന്യൂസ് ആവും. പക്ഷെ അതൊന്നും നിങ്ങൾ പേടിക്കരുത്. നിങ്ങൾ ഗോ ഹെഡ്, ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഇതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ബിനോയ് വന്ന് നമുക്ക് ഒപ്പം ചേർന്നിരിക്കുന്നു. രാഹുലും ബിനോയ് പറഞ്ഞ അതേ കാര്യം തന്നെ പറയുന്നു. നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. ജയകുമാർ പറയുന്നത്, ഞാൻ ഒത്തിരി പേരുടെ കമൻറ്റുകൾ വായിക്കുന്നല്ലോ, കാരണം പൊതുവേദിയിൽ 2 കമൻറ്റ് ബോക്സുകൾ കാണുന്നുണ്ട്. ഞാൻ 2ലും മാറി മാറി ഇടുന്നത് കൊണ്ടാണ് എൻ്റെ കമൻറ്റ് വായിച്ച് കേൾക്കുന്നത്. ചിലരൊക്കെ കമൻറ്റ് കാണാത്തത് അതുകൊണ്ടാണ് എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ ഞങ്ങളുടെ വെബ് ടീമുമായി ഒന്ന് ചർച്ച ചെയ്യാം. 2 ലിങ്കുകൾ സാധാരണ വരാറില്ല, ഒന്നാണ് വരാറ്.
ഏതായാലും മറ്റെവിടെയെങ്കിലുമൊക്കെ കമൻറ്റ് വരുന്നതുകൊണ്ട് അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നാണ് ജയകുമാർ പറയുന്നത്. ഏതായാലും ഇതിൽ അത് നമുക്ക് അടുത്ത ദിവസം തൊട്ട് പരിഹരിക്കാം. ഒരു ഇടവേള ചെറുതായി അനിവാര്യമായി വരികയാണ്. പെട്ടെന്നൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഈ ജയകുമാർ പറയുന്നത് വേറൊരു ലിങ്കും കൂടി കണ്ടതുകൊണ്ടാണെന്നാണ്. അത് എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിക്കാം. സ്വപ്ന ഒരുപക്ഷെ പരാതി പറഞ്ഞത് 2 കമൻ്റ് ഇട്ട് വായിച്ചില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അങ്ങനെ വന്നതായിരിക്കാമെന്ന് ഞാനും വിചാരിക്കുകയാണ്. ഏതായാലും നമുക്ക് ആ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാം. ശ്രീ മൺട്രോത്തുരുത്തിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുകുമാരൻ കേൾക്കാമോ? ശ്രീ സുകുമാരൻ, ഇത് ശ്രീ സുകുമാരൻ എന്താണ് തോന്നുന്നത്? എന്താണ് ഈ കുട്ടികളെ ഇങ്ങനെ കണ്ട് ആക്രമിക്കണമെന്ന് ആളുകൾക്ക് തോന്നുന്നതിൻ്റെ ഒരു കാരണം? ശരിക്കും ഇത് പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ ചർച്ചയെ ഞാൻ ആദ്യം മുതൽ കേട്ടിരിക്കുകയാണ്. ചർച്ചയിൽ വരുന്ന കാര്യങ്ങള് വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ ആ കുടുംബത്തില് അവർ കുട്ടിയുടെ അച്ഛന്റെയും മറ്റും കാര്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ മൊബൈലിന്റെ അമിതമായ പ്രയോഗം. പക്ഷെ ഇത് ശരിക്കുമുള്ള കാര്യം സാധാരണക്കാരനെന്ന പിതാവ് അയാളുടെ ജീവിതചര്യകൾ നടത്തുമ്പോൾ അയാൾ കുട്ടികളെ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യം പ്രത്യേകിച്ചും അടിസ്ഥാന വർഗത്തിന്റെ ഇടയിലുണ്ട്. അപ്പം മക്കളുടേതായ വളർച്ചയെ അടിസ്ഥാന വർഗത്തിലുണ്ട്. ചില ഞാൻ പറയുന്നത് അങ്ങ് ഉദ്ദേശിച്ച് ചിലപ്പോൾ താഴെ തട്ടിലുള്ള സാമ്പത്തികമായി മുകൾ തട്ടിലുള്ള ആളുകളുണ്ട്. വലിയ സമ്പന്നന്മാരായ ആളുകൊണ്ട് കുട്ടികളെ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പട്ടികജാതി വിഭാഗത്തില് ഈ ഒരു പൊതുസമൂഹത്തിന്റെ ബോധം വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരു വിഭാഗമുണ്ട്, നല്ലൊരു വിഭാഗമുണ്ട്. അത്തരം വിഭാഗങ്ങളാണ് ഇങ്ങനെ മക്കളുടെ വളർച്ചയെ പറ്റി ബോധവാനല്ലാത്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അതിക്രമങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്നത്. പക്ഷെ അത് മനസ്സിലാകാത്തിടത്തോളം സമൂഹത്തിൽ ഈ മാറ്റം കുട്ടികൾക്കുണ്ടാകുന്നില്ല. കാരണം ഒരു കുഞ്ഞിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളെ ശ്രദ്ധിക്കാതിരിക്കുക, അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി ദിവസവും കൂലിവേലയ്ക്ക് പോകുമ്പോൾ അവർ വൈകുന്നേരം വരുമ്പോൾ അല്പം മദ്യപിക്കുകയും അവരുടെ സ്വകാര്യ ജീവിതത്തിലെ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മക്കളുടെ വളർച്ചയെ അവർ സമൂഹത്തിൽ ഏത് രീതിയിലേക്ക് പ്രതികരിക്കുന്നുള്ള ബോധമില്ലായ്മ. ഇതിനിപ്പം നമുക്ക് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും എന്റെ ഒരു മനസ്സിൽ വരുന്നത് ഗവൺമെന്റ് തലത്തിൽ തന്നെ സാധാരണക്കാരന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പഠനങ്ങൾ നടത്തുകയും ആ പഠനങ്ങളിലൂടെ ഈ വളർന്നു വരുന്ന സമൂഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഠനവിധേയമാക്കിക്കൊണ്ട് മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടത് ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയാം. ശ്രീ സുകുമാരൻ, എനിക്ക് തോന്നുന്നു PTA മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? PTA ഞാൻ പണ്ട് വിളിച്ച ഇതല്ല, വേറെ ഒരു കേസിന് നിങ്ങൾ ബന്ധപ്പെട്ടുണ്ട്. PTA-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണെന്ന് പറഞ്ഞിരുന്നു എന്നോട്. PTA-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് എന്ന് മറ്റോ പറഞ്ഞതായി. രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയമായിട്ട് നേതൃത്വത്തിലുള്ള. അല്ല, അപ്പം ശരിക്കും ഇതിന്റെ അടിസ്ഥാനപര കാരണം ഈ ജീനാണ്. ഈ പട്ടികവർഗങ്ങളുടെ ഉള്ളിൽ വിധേയമായ ഒരു മാനസികാവസ്ഥയുണ്ട്. ശ്രീ സുകുമാരൻ, ഞാൻ വേറൊരു കാര്യം കൂടി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയണം. ഞാൻ താമസിക്കുന്ന ഒരു പട്ടിക ST അല്ലെ SC അല്ലെങ്കിൽ SC വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ധാരാളമുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുള്ള ഒരു വലിയ കാര്യം, വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് അവർ. നമുക്ക് അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറി വരുമ്പോൾ നമ്മൾ തടയുന്നു. അവരൊരു കമ്മ്യൂണിറ്റിയായി അവിടെ നിൽക്കുമ്പോൾ അവർ നമ്മളെ വളരെയധികം വിശ്വാസത്തിലെടുക്കുകയാണ്. ആളുകളെ നിഷ്കളങ്കമായൊരു മനസ്സാണ് പലപ്പോഴും. അവര് വിചാരിക്കുന്ന ആരും അവരെ പറ്റിക്കില്ല, ചതിക്കില്ല. അതിനെയാണ് ആളുകൾ, അതാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ആ ഒരു മാനസികാവസ്ഥ അതാണ് ഞാൻ പറയുന്നത്. ജീനെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. വ്യക്തമാണ്. താങ്കളുടെ മാന്ത്രങ്ങളായി കിട്ടിയ ഒരു ജീനിന്റെ ആ ഒരു വിധേയഭാവങ്ങള് പലപ്പോഴും ഇത്തരം നിഷ്കളങ്കതയാണ് കൂടുതലായി ചൂഷണം ഒതുങ്ങി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സ്വപ്ന സാമുവൽ ഇപ്പോൾ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. ഈ കുട്ടിയെ പുറത്തു പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇനി വേദനിപ്പിക്കരുത്, ഇനിയും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന ആരോഗ്യകരമായ ചർച്ചകളാണ് വേണ്ടത്. എനിക്കത് സ്വപ്നയുടെ ആ നിലപാടിനോട് ഭയങ്കരമായ പിന്തുണയുണ്ട്. കാരണം കുട്ടി ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. 64 പേരുടെ അക്രമത്തിന് ഇരയായ ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ വീണ്ടും വിചാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കുട്ടിക്കൊപ്പം നിൽക്കാനും ഇനി ഇത് സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും കൂടിയാണ് എടുക്കേണ്ടത്. എന്നോടൊപ്പം ദീപു എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ദീപു കഴിഞ്ഞ 3-4 ദിവസമായി വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ദീപുവിനെ കുറച്ച് സമയം ഇത്തവണ കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ദീപു, വളരെയധികം സ്വാഗതം. ദീപുവിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ദീപു വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്.
അപ്പോൾ ഇന്ന് പല ആളുകളും ചർച്ചയിൽ പറയുന്നത് ഈ വിദേശ രാഷ്ട്രങ്ങളിലുള്ളത് സമാനമായ കടുത്ത നിയമങ്ങൾ വേണം, അല്ലെങ്കിൽ ഇതിങ്ങനെ തുടരുമെന്നൊക്കെയാണ്. അപ്പോൾ ദീപുവിന് ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ദീപു ഈ പ്രശ്നം തടയാൻ ഒരു വഴി കാണുന്നത്? അല്ല, കടുത്ത നിയമങ്ങൾ വിദേശത്ത് ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവിടെയും നിയമങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കുറച്ചുകൂടെ ഈ കാടൻ നിയമങ്ങളില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഇവിടെ നമ്മൾ ആ നിയമത്തിന്റെ കുറവോ അല്ലെങ്കിൽ മറ്റുള്ള തലതാഴ്ത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. ഏതൊരു സമൂഹത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ കണ്ടെത്തുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. എല്ലാവിടെയും എല്ലാം തികഞ്ഞ ആൾക്കാരാണ്. അമേരിക്കയിലൊക്കെ പിള്ളേർ പിന്നെ വെടിവെച്ച് കൊല്ലുന്നില്ലേ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട്? ഇതൊക്കെ ഏത് പ്രബുദ്ധതയുടെ കൂടുതൽ കൊണ്ടിട്ടാണ് അവിടെ പോയി കൊല്ലുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ വരും. പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ ശ്രോതാവ് പറഞ്ഞത് അരോചകമായിട്ടാണ് തോന്നിയത്. മനു ഒരു വർഗത്തിന്റെ മാത്രം പ്രശ്നമാണ് ഇത്. അവര് ആ വർഗത്തിന്റെ അതങ്ങനെയാവുന്നത്. ഇത് ഒരു ഫിനാൻഷ്യലി അപ്പർ ക്ലാസ്സിൽ ഈ സാധനം നടക്കുന്നില്ലേ? അവര് പുറത്ത് പറയുന്നില്ല. പുറത്ത് അവര് അതിന്റെ ഉള്ളിൽ തന്നെ അവര് ഇത് ആക്കി നിർത്തുന്നു. അവരുടെ പിന്നെ അവരുടെ സ്റ്റാറ്റസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് അവിടെ പിടിച്ചു നിർത്തുന്നു. ഇത് എല്ലാവിടെയും ഉണ്ടാകുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ട് നമ്മളിപ്പോ ഈ കുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരെയാണ് ആദ്യം നമ്മൾ ശിക്ഷിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയാണ്. ആ കുട്ടി അതിന്റെ മനോനില, അതിന്റെ കാര്യങ്ങൾ, അതിന്റെ മനോനിലയിലുള്ള പോക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. പക്ഷെ ഇതിനെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നവരുടെ എല്ലാം പ്രായമുള്ളവരാണ്. അവരെല്ലാം പ്രായപൂർത്തിയായവരാണ്. ഈ നിയമം അറിയുന്നവരാണ്. അപ്പൊ ഈ കുട്ടിയെ പറഞ്ഞ് കുട്ടി തന്നെ ഇങ്ങോട്ട് വരികയാണെന്ന് കരുതുക. അപ്പൊ തന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി വിടുക, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കുട്ടികളാണ്, ഇത് നിയമത്തിന്റെ പുറത്ത് ഇതിങ്ങനെയൊക്കെയാണ്, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു വിടേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള നിയമമുള്ള നാടാണെന്ന് ഇവർക്കറിയാമല്ലോ. എത്രയോ കേസുകൾ വരുന്നു, എത്രയോ പേര് സൂര്യനെല്ലി കേസിലെ അതിന്റെ ജഡ്ജി തന്നെ പറഞ്ഞ കാര്യം അറിയാലോ. ഇത് വിധിച്ച ജഡ്ജി, ആ കുട്ടി കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് വിധിച്ച ജഡ്ജി പറഞ്ഞ എന്താ, ആ കുട്ടിക്ക് കുട്ടിയാണെന്ന് പറഞ്ഞ ഒരു ജഡ്ജി നമ്മുടെ നാട്ടിൽ അങ്ങനെ ബോധമില്ലാത്ത കുറെ മനുഷ്യര്. അല്ല, അത് പക്ഷെ രഹസ്യമായി പറഞ്ഞാണ്. പക്ഷെ റിപ്പോർട്ടർ അത് ക്യാമറയിൽ രഹസ്യമായിട്ട് പറയാൻ പാടില്ലല്ലോ. അയാളുടെ ഉള്ളിലിരിപ്പ് അതാണെന്നാണ്. ഉള്ളിലിരിപ്പ് അതായത് കൊണ്ടാണ്. അതെ. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ കുട്ടിയുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കുറവാണ്, അത് രാത്രി വന്നു മദ്യപിച്ചു, ഇതൊക്കെ പറയുകയാണെങ്കിലും ഇതിനകത്ത് ആ വരുന്നവനൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തുക എന്നുള്ളതിനൊക്കെ ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ഇവര് പക്ഷെ അച്ഛനും അമ്മയും കാര്യങ്ങൾ നോക്കണം. കുട്ടികളുടെ അടുത്ത് നമ്മൾ ഇടപെടണം. അവര് സ്കൂളിൽ നിന്ന് വരുമ്പം ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉള്ളവര് സ്വയം വിമർശനമായിട്ട് എടുക്കുകയാണ് കേട്ടോ. കുട്ടികൾ വരുന്നു, ആ സ്കൂളിലെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ബോറടിയാണ്. മതിയേ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാതെ നമ്മൾ അത് കേട്ടിരിക്കുക, ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ്. കുട്ടികളുടെ മുന്നിൽ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ ആ കുട്ടികൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് ടച്ച് ചെയ്താ, ബാഡ് ടച്ച് ചെയ്താ, മറ്റേതാ, എങ്ങനെ ഏതാ, ഇതെല്ലാം പറയാം. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നമ്മൾ വേണ്ട. ഇവിടെ നമ്മുടെ ഈ വകുപ്പുകളുടെ ഒരു ഏകോപനം ഇതിനകത്ത് വരാണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സ് അവരും അമ്മയൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അച്ഛനും ആയിരിക്കും. ഒരു കുട്ടി ഓവറായിട്ട് ആക്ഷൻസ് കാണിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയിൽ നമുക്ക് പെട്ടെന്ന് കാണാത്ത ഭാവവ്യത്യാസം വരുന്ന സമയങ്ങളിൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്, വേറെ ഒന്നുമല്ല, ഭാവവ്യത്യാസം വരുന്ന സമയങ്ങളിൽ ആ കുട്ടിയെ നോട്ട് ചെയ്ത് ആ കുട്ടിക്ക് ആ സ്കൂളിലെ ഇന്റേണൽ ഒരു ടീം ഒരു ഈ ചോദിച്ചാനും പറയാനും ഉള്ള ഒരു ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അവരുടെ മുന്നിലേക്ക് അവർ കൊണ്ടുവന്ന് വളരെ സമാധാനപരമായി ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ. പിന്നെ മൊബൈൽ ഇപ്പൊ ടെക്നോളജി വളർന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ നോക്കേണ്ടത്. അതിനെ എങ്ങനെ കവർ ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ ഈ സ്കൂളില് അതുപോലെ വീടുകളില് ഇതുപോലെയുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കണം. ഈ കുട്ടി എന്ന് പറയുന്നത് നിരപരാധിയായ കുട്ടിയാണ്. ആ കുട്ടിക്ക് അറിഞ്ഞുകൂടെ? നേരത്തെ ഓരോരുത്തർ ചോദിക്കുന്നത്, അതായത് ഈ കുട്ടി ആദ്യമേ ചിലപ്പോൾ ഒരു തെറ്റ് പറ്റിക്കാണും, ആ കുട്ടിക്ക് തെറ്റ് പറ്റി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി മറയ്ക്കാനായിട്ട് പാടുപെടാണ്. വീട്ടുകാരറിഞ്ഞെന്ത് ചെയ്യും, നാട്ടുകാരറിഞ്ഞെന്ത് ചെയ്യും, അങ്ങനെ ഭീഷണിപ്പെടുത്തി ഓരോരോ കാര്യങ്ങളിലായിരിക്കും ഇങ്ങനെ പോയിട്ടുണ്ടാവുക ഏത് സമയം. എന്നിട്ട് ഈ കുട്ടി സ്കൂളിൽ ഒരു ഇതിനകത്തല്ലേ ഇപ്പൊ ഇത് പുറത്ത് പറഞ്ഞത്. സ്കൂളുകളിൽ ഒരു കൗൺസിലർമാരുണ്ട്,
പല സ്കൂളുകളിലും ഉണ്ട്. അങ്ങനെ അതുവഴിയാണ് ഇതിപ്പോ ഇത് പുറത്തറിഞ്ഞത്. അങ്ങനെ പുറത്തേക്ക് പറയാനുള്ളൊരു മനസ്സ് നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാം ജോലിക്ക് പോയി ചിലപ്പോൾ കുട്ടികളോട് നമ്മൾ രാത്രി വരുന്നു, ആ പഠിച്ചോന്ന് ചോദിക്കുന്നു, ഹോംവർക്ക് ചെയ്തോന്ന് ചോദിക്കുന്നു, അതിന്റെ അപ്പുറം. പക്ഷെ സ്കൂളുകളിലാണ് അവർ കൂടുതൽ ചെലവെടുക്കുന്നത്. അവിടെ കൃത്യമായ ഒരു ഇന്റേണൽ ടീം ഉണ്ടാകേണ്ടതുണ്ട്. ഈ പറയുന്ന കുട്ടികളുടെ ഭാവവ്യത്യാസങ്ങളും അവരുടെ ചിലപ്പോൾ ഈ കാര്യം സഹപാഠികളോട് ചിലപ്പോൾ തുറന്നു പറയും, സുഹൃത്തുക്കളോട് പറയും. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക? ആ ഒരു കാര്യത്തില് നമ്മൾ കൂടുതൽ ആൾക്കാർ വന്ന് അവർക്കൊരു പിന്നെ ഇപ്പൊ എല്ലാ ദിവസവും എല്ലാ പീരീഡും പഠനം തന്നെ ആവണമെന്നില്ല. അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പുറമേന്ന് ആൾക്കാർ വന്നിട്ട് ആ കുട്ടികളോടൊക്കെ സംസാരിച്ച് പാട്ടുപാടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാര്യങ്ങൾ വരും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി അത് മൊബൈലാണെന്നാ മൊബൈൽ എറിഞ്ഞുടക്കി അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. ഇത് നാളെയും സംഭവിക്കും. പക്ഷെ നമ്മൾ അതിന് കരുതൽ എടുത്തിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടില്ല. പക്ഷെ അത് വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. നോക്കൂ, കഴിഞ്ഞ 4 ദിവസത്തെ ചർച്ച ഹണി റോസും മറ്റേ ഈ ബോച്ചയുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഒരു പ്രേക്ഷകൻ, അതായത് ശിവജി തൃശ്ശൂർ എന്ന് വിളിക്കുന്ന ആള് പേര് മാറ്റി രവീന്ദ്രൻ തൊടുപുഴ എന്ന് വന്നിട്ട് വളരെ ഈ ഒരു ചാനലിൽ സംസാരിക്കാൻ പറ്റുക, ഇത് സ്ത്രീയുടെ ശരീരം ഉപഭോഗ വസ്തു എന്ന നിലയിൽ കോവളത്ത് പോയി അയാൾ നോക്കിയിരിക്കുമെന്ന്. മനു അതിനകത്ത് അങ്ങനെ അയാളെ വിട്ടുവിടാൻ പാടില്ല. ഇത്തരം വൃത്തികെട്ട വർത്തമാനം സ്ത്രീകൾക്കെതിരെ പറയുന്നവരത് ഏത് ചാനലിന്റെ ഏത് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങേ അറ്റത്തെ വൃത്തികേടാണത്. അത് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. കോവളത്ത് പോയി അയാൾ നോക്കി അതിന് നടക്കട്ടെ, ഞങ്ങൾക്ക് നോക്കാം. ഇത് വൃത്തികേടാ മനു. ഒരു ചാനലിൽ സംസാരിക്കേണ്ട കാര്യമാണ്. മനു നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നൊരു ചെറിയ അഭ്യർത്ഥന കൂടെ എനിക്കുണ്ട്. ഞാൻ അത് ഉൾക്കൊള്ളുന്നു. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷീ എന്നൊരു പ്രേക്ഷക, ഷീ ടെക്കി പറയുന്നത് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ഉപദേശങ്ങളും അച്ചടക്കങ്ങളും സഹജീവി സ്നേഹവും ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആൺകുട്ടികൾക്കാണ് എന്ന് ചോദിക്കുന്നു. എന്നോട് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എപ്പോഴും പെൺകുട്ടികൾക്ക് മാത്രം മതിയോ എന്നാണ് ചോദിക്കുന്നത്. അല്ല, എൻ്റെ ഒരു ഷീ ടെക്കിയോട് എനിക്ക് പറയാനുള്ളത്, ഷീ ടെക്കിയുടെ അഭിപ്രായത്തോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. പെൺകുട്ടികളെ അല്ല സത്യത്തിൽ ഇവിടെ ഉപദേശിക്കുകയും ഇതും ചെയ്യേണ്ടത്. ഇത് സത്യത്തിൽ ആൺകുട്ടികളെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുഞ്ഞുങ്ങളോടും നമ്മുടെ വീട്ടിലുള്ള ആളുകളോടുമൊക്കെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് നാളെ പുരുഷന്മാരാകേണ്ട കുഞ്ഞ് ആൺമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അവൻ്റെ അമ്മയെ അവൻ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നത് പുറത്തിറങ്ങി മറ്റൊരു സ്ത്രീയോടും ആ സമാനമായ ബഹുമാനം ഉണ്ടാകണം, ജീവിതത്തിൽ വിവേകമുണ്ടാകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്ക്, അതുപോലെ തന്നെ അധ്യാപകർക്ക്, നിയമ സംവിധാനത്തിനൊക്കെ ഈ കുട്ടികളോട് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നാണ് ഞാനും കരുതുന്നത്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച വെച്ചു. ഞാൻ പ്രധാനമായി ചോദിച്ചത് ഈ നിയമം കൂടുതൽ കർശനമാക്കണമോ എന്നാണ്. ഒരു വലിയ വിഭാഗം ആളുകൾ, 97% ആളുകൾ പറയുന്നത് നമ്മുടെ നിയമം പോരാ എന്നാണ്, കുറച്ചും കൂടി കർശനമാക്കണമെന്നാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ നിയമ സംവിധാനത്തിലിരിക്കുന്ന കോടതികളൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്നാണ്. പോക്സോ കേസുകളിൽ ഇപ്പോൾ ശക്തമായ വിധി വരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ആ ശക്തമായ വിധികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.